സുഹൃത്തുക്കളെ, ഇവിടെ നടക്കുന്ന ശ്രീനാരായണ ചരിത്ര പഠന കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു കോൺഫറൻസിൽ ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും വന്ന ചില OBC നേതാക്കന്മാരുമായി ഉണ്ടായ ഒരു സംഭാഷണമാണ്. അപ്പം അവരെന്നോടൊന്ന് പറഞ്ഞത്, ഇപ്പോൾ കേരളത്തിലെ ഈഴവർ ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും യാദവരുടെ മൊത്തം ജനസംഖ്യയായി തട്ടിച്ചു നോക്കുമ്പോൾ എണ്ണത്തിൽ കുറവാണെന്നത് ശരിയാണെങ്കിൽ പോലും കേരളത്തിലെ ഈഴവരെ പോലെ ഇത്രയധികം ഇൻ്റലക്ച്വൽ റിസോഴ്സസ് ഉള്ള, ഇത്രയധികം തത്വചിന്തകരും കവികളും സാഹിത്യകാരന്മാരും കലാകാരന്മാരും വിപ്ലവകാരികളുമുള്ള ഒരു OBC സമൂഹം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. നാരായണഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, അന്നത്തെ കാലത്ത് CV കുഞ്ഞിരാമൻ, ഇങ്ങനെ അനവധി ആളുകൾ തത്വചിന്തയുടെയും കലയുടെയും സാഹിത്യത്തിൻ്റെയും രംഗങ്ങളിൽ അന്ന് കേരളത്തെ നയിച്ചവരായിരുന്നു, മഹാരഥന്മാരായിരുന്നു. ആധുനിക കാലത്ത് നോക്കിയാലും OV വിജയനെ പോലെ ഇത്രയധികം ലിറ്റററി ജീനിയസ് ഉള്ള ഒരു സാഹിത്യകാരൻ മലയാള ഭാഷയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലിറ്റററി ജീനിയസ് അദ്ദേഹം ബ്രാഹ്മണിസത്തെ സേവിക്കാനാണ് ഉപയോഗിച്ചത് എന്നത് മറ്റൊരു കാര്യം. അതുപോലെ സിനിമയിൽ ഒരു കാലത്ത് തിരക്കഥാകൃത്തിൻ്റെ പേര് ചോദിച്ച് സിനിമയ്ക്ക് പോകുന്ന ഒരു തിരക്കഥാകൃത്തുണ്ടായിരുന്നു. IV ശശിയുടെ സിനിമകൾക്കെല്ലാം തിരക്കഥ എഴുതിയിരുന്ന T ദാമോദരൻ. അദ്ദേഹം ഒരു ഈഴവനാണ്, പക്ഷേ അദ്ദേഹം ജാതി വ്യവസ്ഥയെ പിന്താങ്ങുന്ന സിനിമകളാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ ഏറ്റവും പ്രമുഖ സിനിമാക്കാരനായ ജോഷി വർക്കലക്കാരൻ്റെ ഈഴവനാണ്. അതുപോലെ സത്യനന്ദിക്കാട്, അദ്ദേഹം നായന്മാരെ പ്രകൃതി. സത്യനന്ദിക്കാട് എന്ന ഈഴവ സംവിധായകൻ ആണ് കേരളത്തിൽ നായർ മാഹാത്മ്യ സിനിമകൾ എടുത്ത് ജനപ്രീതി നേടിയിട്ടുള്ളത്. ഏറ്റവും വലിയ ഇന്നത്തെ കാലത്ത് മുഖ്യധാരാ സിനിമയിലെ തിരക്കഥാകൃത്തായ ശ്രീനിവാസൻ, അദ്ദേഹം കണ്ണൂരിലെ തീയനാണ്, പക്ഷേ അദ്ദേഹം നമ്പ്യാരായിട്ട് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളാണ്. ജാതി എന്ന് പറയുന്നത് തന്നെ ഒരു മോശം കാര്യമാണെന്ന് നമ്മുടെ ഇവിടുത്തെ ദേശീയവാദികളും മതേതരവാദികളും കമ്മ്യൂണിസ്റ്റുകാരും പ്രചരിപ്പിച്ച കെട്ടുകഥ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലെ ഈഴവ സമൂഹത്തിന് ഇടയിൽ ഏറ്റവും അപകടകരമായ ഒരു പ്രവണത വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്താണ് ചിലരെന്നോട് പറഞ്ഞത്. 1-2 തലമുറ കൊണ്ട് സംവരണത്തിലൂടെ ഗവൺമെൻറ് ഉദ്യോഗം കിട്ടിയ ആളുകൾ, ഒരു സാമ്പത്തിക ഭദ്രത നേടിക്കഴിഞ്ഞ ആളുകൾക്ക് ഇന്ന് സംവരണം തന്നെ ഒരു നാണക്കേടായി തോന്നുന്ന തരത്തിൽ അവർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ മക്കൾക്ക് സംവരണം വേണ്ട, കാരണം സംവരണ കോട്ടയിൽ വിദ്യാഭ്യാസവും ജോലിയും കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു തരം ഈ അസ്പൃശ്യതയുടെ ലക്ഷണമാണ് എന്ന് സ്വയം സംവരണത്തെയും സ്വന്തം ഈഴവ പൈതൃകത്തിലും അഭിമാനിക്കുന്നതിന് പകരം അപമാനമായി കാണുന്ന ഒരു ജനറേഷൻ, വിദ്യാസമ്പന്നരായ ഈഴവരുടെ ഒരു വിഭാഗം ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നാം ജാതി വ്യവസ്ഥയിലെ നമ്മളെല്ലാവരും ഈഴവരും പൊരയരും കുറവരും ആദിവാസികളും എല്ലാം യഥാർത്ഥത്തിൽ അൺടച്ചബിൾസ് ആണ്, അയിത്തജാതിയിൽപ്പെട്ടവരാണ്. അയിത്തജാതിക്കാരൻ എന്നതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. കാരണം ഇന്ത്യയിലെ ജാതിവർണ്ണ്യത്തിനും ജാതി വംശീയ വ്യവസ്ഥയ്ക്കും അറുതി വരുത്താൻ കഴിയുന്ന വിപ്ലവം നയിക്കാൻ ഈ അയിത്തക്കാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കാറൽ മാർക്സ് മാനിഫെസ്റ്റോ എഴുതിയപ്പോൾ 1848 സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നഷ്ടപ്പെടാനുള്ളത് ചങ്ങലകൾ മാത്രം, നേടാനുള്ളത് പുതിയൊരു ലോകം. അതുപോലെ ഇന്ത്യയിലെ ഈഴവർ ഉൾപ്പെടെയുള്ള അയിത്തക്കാർക്ക് നഷ്ടപ്പെടാനുള്ളത് 3000 കൊല്ലത്തെ ജാതി അടിമത്തത്തിൻ്റെ ചങ്ങലകളാണ്. ആ ചങ്ങല പൊട്ടിച്ച് ഒരു പുതുലോകം സൃഷ്ടിക്കാനുള്ള വിപ്ലവകാരികളാണ്, വിപ്ലവത്തിൻ്റെ കർത്തൃത്വം ഉള്ളവരാണ് ഈഴവരും അയിത്തജാതികളും എന്ന അഭിമാനബോധമാണ് ഈഴവർക്കുണ്ടാകേണ്ടത്. അപ്പോൾ അജയ് ശേഖർ പറഞ്ഞു, ഈഴവർ ഒരു ജനതയാണ്. എന്താണ് ജനത? ദ പീപ്പിൾ. നമ്മുടെ ഭരണഘടനയിലൊക്കെ, ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്, അമേരിക്കൻ ഭരണഘടനയിലുണ്ട്, വി ദ പീപ്പിൾ, വി ദ പീപ്പിൾ. അപ്പം എന്താണ് ദി പീപ്പിൾ, ജനത എന്ന് പറയുന്നത്? ഞാനതിനെ കാണുന്നത് കുറച്ച് വ്യത്യസ്തമായ അർത്ഥത്തിലാണ്. അടിച്ചമർത്തലിനും അപമാനത്തിനും മരണത്തിനുമെതിരായ പോരാട്ടത്തിലൂടെ ഉണ്ടാകുന്ന സോളിഡാരിറ്റി ആണ്
വിവിധ വിഭാഗം മനുഷ്യരെ ഒരു ജനതയായി ഒന്നിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 1888 മുതൽ ഈ നിമിഷം വരെയും നാം ഈഴവർ ഇവിടുത്തെ സവർണ മേധാവിത്വം നമ്മളിൽ അടിച്ചേൽപ്പിച്ച പലതരം അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം പരസ്പരം ഒന്നുചേർന്ന് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിലൂടെയും മറ്റനവധി ബോധാനന്ദ സ്വാമികളുടെ കൊച്ചി ഈഴവ മഹാജന സഖ്യം, ധർമ്മപട സഖ്യം, സഹോദര സമാജം, ഇങ്ങനെ അനവധി സംഘടനകളിലൂടെ ഈ ജാതി അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിക്കാൻ വേണ്ടി സമരം ആരംഭിച്ചവരും ഇന്നും ആ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. അപ്പം ഈ സമരത്തിൻ്റെ സമരവീര്യം ഉണ്ടാക്കുന്ന പരസ്പര സൗഹാർദ്ദവും പരസ്പര ഐക്യവുമാണ് വിവിധ മനുഷ്യരെ ഒരു ജനതയായി ഒന്നിപ്പിക്കുകയും ജനതയായി നിർവചിക്കുകയും ചെയ്യുന്ന മാനദണ്ഡം. ഇപ്പം ഞാനിവിടെ പറയുന്നത് ഈ 1888 അരുവിപ്പുറത്ത് നാരായണഗുരു നടത്തിയ പ്രതിഷ്ഠയിൽ ആരംഭിച്ച പ്രസ്ഥാനത്തെ ഇപ്പോഴും നമ്മളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും പൊതുവ്യവഹാരങ്ങളിലും ഒക്കെ പഠിക്കുന്ന കേരള നവോത്ഥാനം എന്നാണ്. അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഈ നവോത്ഥാനം എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ റിനൈസൻസ് എന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് നാരായണഗുരുവും അയ്യങ്കാളിയും സഹോദരയ്യപ്പനും ബോധാനന്ദ സ്വാമികളും ഒക്കെ നടത്തിയ പ്രസ്ഥാനത്തെ നവോത്ഥാനം എന്ന് നിർവചിക്കുന്നത് ഇത് നാരായണഗുരുവിൻ്റെ കൂട്ടത്തിൽ മന്നത്ത് പത്മനാഭൻ എന്ന വർഗീയവാദിയെ കൂടി നവോത്ഥാന നായകനാക്കാൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ മനുഷ്യൻ നടത്തിയ പ്രസ്ഥാനത്തെ സമരങ്ങളുടെ വേലിയേറ്റങ്ങളെ വിശദീകരിക്കാനും നിർവചിക്കാനും പുതിയൊരു കോൺസെപ്റ്റ്, പുതിയൊരു വിശദീകരണ സങ്കേതം ആവശ്യമാണ് എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ നാരായണഗുരുവും അയ്യങ്കാളിയും സഹോദര അയ്യപ്പനും നടത്തിയ പ്രസ്ഥാനത്തിന് കൂടുതൽ ബന്ധമുള്ളത്, കൂടുതൽ സാദൃശ്യമുള്ളത് ബംഗാളിലെ ബ്രാഹ്മണർ ഈ 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സതി നിരോധിക്കുന്നതിനുമൊക്കെ വേണ്ടി ശൈശവ വിവാഹത്തിനെതിരായി, വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടി ഈ രാജാറാം മോഹൻ റായ് എന്ന ബ്രാഹ്മണൻ ആരംഭിച്ച ബംഗാൾ നവോത്ഥാനം എന്ന് അറിയപ്പെടുന്ന പ്രസ്ഥാനവുമായി കേരളത്തിലെ നാരായണഗുരുവിൻ്റെ പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഈ ബംഗാളിൽ രാജാറാം മോഹൻ റായ് മുതൽ വിവേകാനന്ദൻ വരെയുള്ളവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ സവർണർക്കിടയിലുണ്ടായിരുന്ന അവർ അനാചാരമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളെ പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയത്. രാജാറാം മോഹൻ റായ് വിവേകാനന്ദനോ ജാതിയുടെ ഇരകളായിരുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. വിവേകാനന്ദൻ പറഞ്ഞത് ഈ ആദർശമായ ചാതുർണ്യ വ്യവസ്ഥയിൽ നിന്ന്, വർണ്ണ വ്യവസ്ഥയിൽ നിന്ന് ഇന്ത്യ വ്യതിചലിച്ചതാണ് ഇന്ത്യയുടെ പതനത്തിന് കാരണം. അതുകൊണ്ട് വർണ്ണവ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് വിവേകാനന്ദൻ പ്രവർത്തിച്ചത്. ആ വിവേകാനന്ദനെയാണ് ഇന്ന് കേരള സർക്കാർ വിവേകാനന്ദ ജയന്തി ആഘോഷിച്ചു. വിവേകാനന്ദൻ്റെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തി. ഇന്ന് നാടെങ്ങും വിവേകാനന്ദനെ വലിയൊരു വിപ്ലവകാരിയായി, അദ്ദേഹം പറഞ്ഞ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന തെറ്റായ ഒരു പ്രയോഗത്തെ വലിയ വിപ്ലവ പ്രസ്താവനയാക്കിക്കൊണ്ട് ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഒക്കെ ഇന്ന് കൊണ്ടാടുകയാണ്. കാരണം വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയമെന്ന് വിളിച്ചത് വിവേകാനന്ദൻ്റെ കാലമാകുമ്പോഴേക്കും ബ്രിട്ടീഷുകാർക്കെതിരായ പലതരം സമരങ്ങൾ സവർണരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരെ ഓടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരായ പ്രകടനങ്ങളിൽ ആള് കൂടണമെങ്കിൽ അയിത്തത്തിൻ്റെ കടുകെട്ടി അയിത്തം ഒന്ന് മാറ്റി നിർത്താം. കാരണം നിങ്ങൾ ബ്രാഹ്മണൻ്റെ പിന്നാലെ കൊടിപിടിച്ച് ജാതിയായി പോകണമെങ്കിൽ 70 അടി ദൂരെ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഈഴവനും ഈ കോൺഗ്രസിൻ്റെയോ ദേശീയവാദക്കാരുടെയോ പ്രകടനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കുറച്ച് കടുത്ത നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണം. കാരണം അത് ഏറ്റവും കൂടുതൽ അയിത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അതുകൊണ്ട് ജാതിക്കെതിരായ ഒരു പ്രസ്താവനയായി നാം ഒരിക്കലും അതിനെ വായിക്കാൻ പാടില്ല. അപ്പോൾ ഈ കേരളത്തിലെ നാരായണഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയൊക്കെ പ്രസ്ഥാനത്തിന് കൂടുതൽ ആശയപരവും പ്രായോഗികവും സംഘടനാപരവുമായി കൂടുതൽ സാദൃശ്യവും സാമ്യവും ഉണ്ടായിരുന്നത് 18ാം നൂറ്റാണ്ടിൽ
യൂറോപ്പിൽ പ്രത്യേകിച്ചും ഫ്രാൻസിൽ നടന്ന വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ, ദിദറോത്ത് എന്ന് പറയുന്ന തത്വചിന്തക നേതൃത്വം കൊടുത്ത ഇംഗ്ലീഷിൽ എൻലൈറ്റൻമെൻറ്റ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനവുമായിട്ടാണ് നാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിന് ബന്ധമുള്ളത്. ഈ വർണ്ണവ്യവസ്ഥ ഉണ്ടാക്കിയവരാണ് ഇവരെ. ഈ ഋഷിമാരെന്ന് പറയുന്ന ബ്രാഹ്മണരാണ് ഇവിടുത്തെ വർണ്ണവ്യവസ്ഥ എഴുതി കള്ളത്തരങ്ങളും കെട്ടുകഥകളും മിത്തുകളും എഴുതി ഉണ്ടാക്കിയ ആളുകൾ ആൻറ്റി സോഷ്യൽസാണ്. ഈ ആൻറ്റി സോഷ്യൽസിനെയാണ് മഹർഷിമാരെന്നും ഋഷിമാരെന്നും ഋഷി പരമ്പരയെന്നും ഒക്കെ വിളിക്കുന്നത്. അതുകൊണ്ട് നാരായണ ഗുരുവിനെ പോലുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും നാം ഈ ഋഷി പരമ്പരയുടെ ഭാഗമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. നാരായണ ഗുരുവിനെ നാം ചേർത്ത് നിർത്തേണ്ടത് യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റിന് താത്വികമായ തത്വചിന്താപരമായ നേതൃത്വം കൊടുത്ത സാക്ഷാൽ റൂസോയുടെ പരമ്പരയിലാണ്. റൂസോയ്ക്കൊപ്പമാണ് അദ്ദേഹത്തെ നാം കാണേണ്ടത്. കാരണം റൂസോയെ പറ്റി പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം 1789 നടക്കുന്ന മുൻപ് അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് രക്തരൂക്ഷിതമായ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തിയററ്റിക്കൽ ഓതർ, താത്വികമായി ഈ വിപ്ലവത്തെ രചിച്ച മനുഷ്യനാണ്. അത് പിന്നെ റോബസ്പിയറെ എന്ന് പറയുന്ന വിപ്ലവകാരി റൂസോ ഉണ്ടാക്കിയ വിപ്ലവ ലെഗസിയെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ കേരളത്തിൽ നടത്തിയ നാരായണഗുരു സൈദ്ധാന്തികമായി ഓദർ ചെയ്ത ഒരു പ്രസ്ഥാനത്തെ നാം അതിൻ്റെ എല്ലാ വിപ്ലവ സ്വഭാവത്തോടും കൂടി മനസ്സിലാക്കാൻ തരത്തിലൊരു വിശദീകരണ സങ്കേതം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കേരള എൻലൈറ്റൻമെൻറ്റ് എന്ന് നാം റീഡിഫൈൻ ചെയ്യണം. അങ്ങനെ കേരളത്തിലെ നാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ കേരള എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ആ പ്രസ്ഥാനത്തെ നാം ബംഗാളി ബ്രാഹ്മണരുടെ ബ്രാഹ്മണ പുനഃസ്ഥാപനത്തിന് വേണ്ടി നടത്തിയ മത പുനരുജ്ജീവന പ്രസ്ഥാനത്തിൽ നിന്ന് ബ്രാഹ്മണന്റെ സുവർണ ഭൂതകാലം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രതിവിപ്ലവ പ്രസ്ഥാനത്തിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വ്യതിരിക്തമായി കാണാൻ കഴിയണമെങ്കിൽ അതിൻ്റെ നാം നവോത്ഥാനം എന്നല്ല കേരള എൻലൈറ്റൻമെൻറ്റ് എന്നാണ് വിളിക്കേണ്ടത്. അപ്പോൾ എൻലൈറ്റൻമെൻറ്റിന് മലയാളത്തിൽ പറഞ്ഞു വരുന്ന രണ്ട് മൊഴിമാറ്റം എന്ന് പറയുന്നത്, ഒന്ന് ജ്ഞാനോദയ പ്രസ്ഥാനം, മറ്റൊന്ന് പ്രബുദ്ധതാ പ്രസ്ഥാനം. ഇത് രണ്ടും സംസ്കൃത പദമായതുകൊണ്ട് ഞാൻ ഒരു തമിഴ് വാക്കിലേക്ക് അതിന് കൊണ്ടുവന്നു. അറിവ് ഒളി, അതായത് ബ്രാഹ്മണർ നിഷേധിച്ച അറിവിൻ്റെ വീണ്ടെടുക്കലാണ് അറിവൊളി എന്ന് പറയുന്നത്. യൂറോപ്പിൽ അതാണ്. യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റുകാർ നാരായണ ഗുരുവും തമ്മിലുള്ള വലിയൊരു സാദൃശ്യം എന്ന് പറയുന്നത്, യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റ് നേതൃത്വം കൊടുത്ത ആളുകൾ ആരും തന്നെ ഒരു ഭൂതകാലത്തെയോടും അപ്പീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭയങ്കര മഹത്തരമായ ഭൂതകാലം ഉണ്ടായിരുന്നു. അവർ ഫൈറ്റ് ചെയ്തത് യൂറോപ്പിലെ ഈ വിശുദ്ധ രാജാധികാരത്തിനും ക്രൈസ്തവ അന്ധകാരത്തിനും എതിരായിട്ടാണ്. അവരതുകൊണ്ട് ഈ ക്രൈസ്തവ അന്ധകാരത്തിൻ്റെയും ക്രൈസ്തവ മൂല്യവ്യവസ്ഥയെയും അസാധുവാക്കാൻ കഴിയുന്ന പുതിയ ആശയങ്ങളും മൂല്യങ്ങളും ഭാവന ചെയ്തു, ഭാവനയിൽ ഇവിടെ കൊണ്ടുവന്നു. അല്ല, ഈ 1000 കൊല്ലത്തിന് മുമ്പ് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അതിനെ റീക്ലെയിം വീണ്ടെടുക്കുന്ന സമ്പ്രദായമായിരുന്നില്ല. അതുപോലെയാണ് നാരായണ ഗുരു ഒരു ഭൂതകാലത്തോടും അദ്ദേഹം അഭ്യർത്ഥിച്ചില്ല. അത് പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ, അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് പുതിയ ആശയങ്ങൾ, പുതിയ മൂല്യങ്ങൾ, പുതിയ തത്വങ്ങൾ അദ്ദേഹം നിർമ്മിച്ചെടുക്കുകയായിരുന്നു. അതാണ് ഒരു ക്രിയേറ്റീവ് റവല്യൂഷണറിയുടെ ജീനിയസ് എന്ന് പറയുന്നത്. അപ്പം ഇത് അതുകൊണ്ട് ഈ അരുവിപ്പുറത്ത് 1888 ആരംഭിച്ച ഇപ്പോഴും തുടരുന്ന ഈ പ്രസ്ഥാനത്തെ നാം കേരള അറിവൊളി പ്രസ്ഥാനം എന്ന് വിളിക്കണം. അതിൻ്റെ തിയററ്റിക്കൽ ഓഥർ നാരായണ ഗുരു അല്ലാതെ മറ്റാരുമല്ല. ഈ നവോത്ഥാനം എന്ന് പറയുന്ന ആ സംജ്ഞയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഈ 15-16 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലെ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ, കലയുടെയും സാഹിത്യത്തിൻ്റെയും തത്വചിന്തയുടെയും ഒക്കെ രംഗത്ത് നടന്ന പുതിയ മുന്നേറ്റങ്ങളെയാണ് നമ്മൾ യൂറോപ്യൻ റിനൈസാൻസ്. പക്ഷേ ഉദാഹരണം മൈക്കലാഞ്ചലോയുടെ പെയിൻറ്റിങ്, ശില്പം, ഡാവിഞ്ചിയുടെ മൊണാലിസ, പെട്രാർക്ക് എന്ന് പറയുന്ന ഇറ്റാലിയൻ ചിന്തകൻ രൂപം കൊടുത്ത ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനം, ഇതിനെയൊക്കെയാണ് അന്ന് ഈ റിനൈസൻസ് നടക്കുമ്പോൾ റിനൈസൻസ് നേതൃത്വം കൊടുത്തവർ ഞങ്ങൾ റിനൈസൻസ് നടത്തുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന പ്രസ്ഥാനം റിനൈസൻസ് ആണ് എന്ന് അവരും പറഞ്ഞിട്ടില്ല, അവർക്കറിയില്ലായിരുന്നു. പിന്നീട് 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം 1855
ഒരു ഫ്രഞ്ച് ചരിത്രകാരൻ ഷൂൾ മിഷ്ലെ, അദ്ദേഹത്തിൻ്റെ 19 വാല്യങ്ങളുള്ള ഫ്രാൻസിൻ്റെ ചരിത്രം എഴുതിയപ്പോൾ അതിൽ ഒരു വാല്യത്തിൻ്റെ പേര് റിനൈസാൻസ് ആണ്. അങ്ങനെയാണ് ആദ്യമായി റിനൈസാൻസ് എന്ന വാക്ക് നിലവിൽ വരുന്നത്. ഈ പുസ്തകത്തിലാണ് ഷൂൾ മിഷ്ലെ ഡാവിഞ്ചിയും പെട്രാർക്കും മൈക്കലാഞ്ചലോയും ഒക്കെ നടത്തിയത് റിനൈസൻസ് ആണെന്ന് ആദ്യമായി എഴുതുന്നത്. അത് കഴിഞ്ഞ് 1858 മറ്റൊരു ചരിത്രകാരൻ ജേക്കബ് ബർക്ക്ഹാർട്ട് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ സിവിലൈസേഷൻ ഓഫ് ഇറ്റലി എന്ന പുസ്തകം എഴുതി. ഈ 2 പുസ്തകങ്ങളിലൂടെ ഏതാണ്ട് റിനൈസൻസ് എന്ന കോൺസെപ്റ്റ് ഉറച്ചു. അപ്പം ഇവരൊക്കെ പറഞ്ഞത് പുതിയ മനുഷ്യൻ്റെയും പുതിയ ലോകത്തിൻ്റെയും നിർമ്മിതി എന്നാണ്, അല്ലെ വീണ്ടെടുപ്പ് എന്നല്ല. പണ്ട് പുതിയ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. ഈ ഡിവൈൻ മൊണാർക്കി സങ്കല്പവും ക്രിസ്ത്യാനിറ്റിയും ചേർന്ന് യഥാർത്ഥ മനുഷ്യനെ ഇല്ലാതാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ മനുഷ്യനെ സൃഷ്ടിക്കണം. പുതിയ ലോകത്തിൻ്റെയും പുതിയ മനുഷ്യൻ്റെയും സൃഷ്ടി എന്നാണ് ഷൂൾ മിഷ്ലെ റിനൈസൻസിനെ വിശേഷിപ്പിച്ചത്. റിനൈസൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം റീബർത്ത്, പുനർസൃഷ്ടി, പുനർജന്മം, വീണ്ടെടുപ്പ് എന്നൊക്കെയാണ്. പക്ഷേ ഇവർ വീണ്ടെടുത്തത് ബംഗാളിലെ ബ്രാഹ്മണ റിനൈസൻസുകാർ വീണ്ടെടുത്ത ഈ ബ്രാഹ്മണൻ്റെ സുവർണ ഭൂതകാലമായിരുന്നില്ല. അവർ വീണ്ടെടുത്തത് ഗ്രീക്ക് തത്വചിന്തയും കലയുമാണ്. അതുകൊണ്ട് ഈ യൂറോപ്പിൽ നടന്നതിനെയും ബംഗാളിൽ ബ്രാഹ്മണർ നടത്തിയതിനെയും നാം റിനൈസൻസ് എന്ന് വിളിക്കുമ്പോൾ പോലും യൂറോപ്പിലെ റിനൈസൻസ് പുരോഗമനപരമായിരുന്നു. എന്നാൽ ബംഗാളിലെ ബ്രാഹ്മണർ നടത്തിയ റിനൈസൻസ്, ബംഗാൾ നവോത്ഥാനം, ഇവിടുത്തെ 90% ജനങ്ങളെ അടിച്ചമർത്താനുള്ള ജന്മാവകാശം ഞങ്ങൾക്കുണ്ട്. അത് ബ്രിട്ടീഷുകാർ വന്നോടെ പോയി. കാരണം ബ്രിട്ടീഷുകാരുടെ നിയമത്തിന് മുൻപിൽ നിങ്ങൾക്ക് വഴി തടയാൻ, പൊതുകിണറുകളിൽ വെള്ളമെടുക്കുന്നത് തടയാൻ, ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറുന്നത് തടയാനൊന്നും അവരുടെ ബ്രിട്ടീഷ് നിയമം അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തെ സവർണനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അധികാര നഷ്ടമായിട്ടാണ് അവർ കണ്ടത്. പക്ഷെ നമ്മൾ അയിത്ത് ജാതികളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് ഭരണം നമ്മളെ എംപവർമെൻറ്റിൻ്റെ അടയാളമായിട്ടാണ് കണ്ടത്. 1893 ഈ ആധുനിക കാലത്ത് ഇന്ത്യയിലെ അവർണ വിപ്ലവത്തിൻ്റെ ശില്പിയായ തുടക്കം കുറിച്ച മഹാത്മാ ജ്യോതിറാവ് ഫൂലെ ഈ പൂനെ തെരുവിൽ ബാലഗംഗാധര തിലകൻ ബ്രിട്ടീഷ് രാജ് മൂർദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥന നടക്കുമ്പോൾ ഫൂലെയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യശോധക് സമാജ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ താഴ്ന്ന ജാതിക്കാർ ബ്രിട്ടീഷ് രാജ് സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് വിളിച്ച് തിലകനെ നേരിടുമായിരുന്നു. പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില ആൾ ചോദിച്ചു, ബ്രിട്ടീഷ് വിദേശ ശക്തിയല്ലേ, അവർ വന്ന് അവിടെ നമ്മുടെ രാജ്യം അടിച്ചമർത്തി കീഴടക്കി നമ്മെ അടിമകളെ പോലെ ഭരിക്കുകയല്ലേ, അപ്പോൾ അതിനെതിരായിട്ടല്ലേ പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഫൂലെ കൊടുത്ത മറുപടി, ബ്രിട്ടീഷുകാർ നമ്മെ ഈ ഭട്ടുമാരുടെ, മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണരെ അദ്ദേഹം പരിഹാസത്തോടെ ഭട്ട് എന്നാണ് വിളിക്കുന്നത്, ഈ ഭട്ടുമാരുടെ അടിച്ചമർത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ദൈവമയച്ച രക്ഷകനാണ് ബ്രിട്ടീഷുകാർ. ഇത് തന്നെയാണ് നാരായണ ഗുരു 1-ാം ലോക യുദ്ധത്തിൻ്റെ സമയത്ത് പറഞ്ഞത്. ഒരു ശിഷ്യനോട് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അയാളും പറഞ്ഞു, കാരണം ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ കാലമാണല്ലോ. അതെന്താ സ്വാമി അങ്ങനെ പറയുന്നത്? നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. ഈ ഇല്ലായിരുന്നുവെങ്കിൽ സന്യാസിയായ നാരായണ ഗുരുവിനെ ശംഭുവിൻ്റെ ഗതി വരുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇളച്ചേദം ചെയ്യുമായിരുന്നു. ഇന്ന് ബ്രിട്ടീഷുകാരുള്ളത് കൊണ്ട് ബ്രിട്ടീഷ് നിയമത്തിന് മുൻപിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരിവിടെ നിലനിൽക്കേണ്ടത് നാം അയിത്ത ജാതിക്കാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ആണ് ഇന്ത്യയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ബ്രിട്ടീഷുകാർ പോകണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം എന്ന് ആവശ്യപ്പെടാൻ നമുക്ക് ഈഴവർക്ക്, ദളിതർക്ക്, ആദിവാസികൾക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം ഒരു കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ അതിനൊരു സഫീഷ്യൻ്റായ റീസൺ വേണം. ബ്രിട്ടീഷുകാർ ഏതെങ്കിലും ഈഴവനെ അന്യായമായ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഈഴവന് സ്കൂളിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഈഴവന്
അയിത്ത ദൂരം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ വെട്ടിക്കൊന്നിട്ടുണ്ടോ? 1925 ഇവിടുത്തെ ഈ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ഈ ഭയങ്കരമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ കോൺഗ്രസിൻ്റെ ആളുകൾ നമ്മൾ ഈഴവരെയും ദളിതരെയും റോഡിൽ കൂടെ നടക്കാൻ സമ്മതിക്കാത്തവന്മാരാണ് ഈ ദേശീയവാദികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് ആത്മാഭിമാനമുള്ള ഈഴവർ കോൺഗ്രസ് ചേരരുത്. കാരണം ഈ കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷുകാരെ പറഞ്ഞു വിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പഴയ നമ്പൂതിരി നായർ വാഴ്ചയാണ്, സവർണരാജ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അല്ല, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് അവർണരോട് എന്തും ചെയ്യാനുള്ള അവകാശം അവർ പറഞ്ഞിരുന്നത് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളെ അടിച്ചുമർത്താൻ പുഴുക്കളെ പോലെ കണക്കാക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഞങ്ങളുടെ ബർത്ത് റൈറ്റ് ആണെന്നാണ്. അതിനെയാണ് നാം ഇന്ന് ഹിന്ദുയിസം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഹിന്ദുയിസം നാരായണഗുരു പറഞ്ഞിട്ട് അങ്ങനെ ഒരു മതമില്ല. പക്ഷേ ഹിന്ദുയിസം എന്നത് നാം ഒരിക്കലും ഒരു മതമായി അതിനെ കാണാൻ പാടില്ല. ക്രിസ്ത്യാനിറ്റി, ജുഡായിസം, ഇസ്ലാം, ബുദ്ധിസം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മതമല്ല ഹിന്ദുയിസം എന്ന് പറയും. ഹിന്ദുയിസം എന്ന് പറയുന്നത് വർണ്ണവ്യവസ്ഥയുടെ, വംശീയ വ്യവസ്ഥയുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രത്യശാസ്ത്രമാണ്. ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയുന്നത് ഞാനൊരു വംശീയവാദിയാണ് എന്ന് പറയുന്നതിൻ്റെ പ്രച്ഛന്ന രൂപമാണ്. അതുകൊണ്ടാണ് ശശി തരൂർ വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകം എഴുതി. കാരണം വൈ ഐ ആം എ റേസിസ്റ്റ് എന്ന് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അയാൾ വൈ ഐ ആം എ ഹിന്ദു എന്ന് പറഞ്ഞത്. അതിന് വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ചി ഇളയ വൈ ഐ ആം നോട്ട് എ ഹിന്ദു എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ വാസ്തവത്തിൽ ഈ ഹിന്ദുയിസത്തെ നിരോധിക്കേണ്ടതാണ്. ഈ ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യം ഹിന്ദു എന്ന് പറയുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല. കാരണം ഹിന്ദു എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷം ആളുകളോട് ജാതി വിവേചനം നടത്താൻ, വംശീയമായ അടിച്ചമർത്തൽ നടത്താനുള്ള അവകാശം ജന്മാവകാശമാണ് എന്ന് വാദിക്കുന്ന ഒരു ഫാസിസ്റ്റ് പ്രത്യശാസ്ത്രത്തെയാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. ഇന്ന് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ ആരെങ്കിലും ഞാനൊരു നാസിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിടാം. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിടേണ്ട ക്രിമിനൽസാണ് ഹിന്ദു. അതുകൊണ്ട് ഈഴവർ എന്ന് നമ്മൾ ആലോചിക്കുക, എന്തു മുതലാണ് നമ്മുടെ ഈഴവ സ്വത്വബോധം മായുകയും നമ്മുടെ മനസ്സിലേക്ക് ഞാനൊരു ഹിന്ദുവാണെന്ന വ്യാജ ഈ ക്രിമിനൽ സോഷ്യോ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ സ്വാധീനം വരികയും ചെയ്തത് എന്ന് നാം ആലോചിക്കണം. അതിൻ്റെ തുടക്കം ഈ 1925 വൈക്കം പോരാട്ടം എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രാഹ്മണരോട് യാചിച്ച് നേടേണ്ട ഒരു അവകാശമല്ല സഞ്ചാര സ്വാതന്ത്ര്യം എന്നത്. ഈ നിങ്ങൾക്കറിയാം, കൊച്ചി പ്രദേശത്ത് ബോധാനന്ദ സ്വാമികളുടെ നാരായണ ഗുരുവിൻ്റെ ശിവഗിരി മുക്തിയാറായി നിയമിച്ച ആളാണ് ബോധാനന്ദ സ്വാമികൾ. അദ്ദേഹം ഒരു സ്വാമിയാണ്, സന്യാസിയാണ്. അപ്പോൾ അതിനിടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, ഇവിടെ എപ്പോഴും നാരായണ ഗുരു സന്യാസി എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഒരു ശിഷ്യൻ ഒരിക്കൽ നാരായണ ഗുരു ചോദിച്ചേ, സ്വാമി എന്താണ് ഈ സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണ്? നാരായണ ഗുരു പറഞ്ഞത്, നാം സന്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളേ അല്ല. കാമ ക്രോധ മോഹങ്ങളെല്ലാം വൈരാഗ്യം പരിത്യജിച്ച് മോക്ഷത്തിന് വേണ്ടി ഏകാന്ത ജീവിതം നയിക്കുന്നവരെയാണല്ലോ പരമ്പരാഗതമായി ബ്രാഹ്മണൻ്റെ ഭാഷയിൽ സന്യാസി എന്ന് പറയുന്നത്. നാരായണ ഗുരു പറഞ്ഞത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണ് സന്യാസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നാരായണ ഗുരു കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ? ജാതി അടിച്ചമർത്തലിനെതിരായ വിപ്ലവകരമായ പ്രവർത്തനങ്ങളാണ് നാരായണ ഗുരുവിൻ്റെ നേതൃത്വം നടത്തിയത്. അതുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ സന്യാസി എന്നത് റവല്യൂഷണറിയാണ്. ഈ ബ്രാഹ്മണൻ്റെ നിഘണ്ടുവിലെ സന്യാസി എന്ന നിർവചനത്തിലല്ല നാം നാരായണ ഗുരുവിനെ പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അജയ് ശേഖർ പറഞ്ഞു, വൈക്കം സമരത്തിൻ്റെ സമയത്ത് നിങ്ങൾ ബാരിക്കേഡുകളുടെ അടുത്ത് പോയി ഇന്ന് അറസ്റ്റ് വരികയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ബാരിക്കേഡിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഭീരുക്കളെ പോലെ നോക്കിക്കാൻ അത് തട്ടിക്കളഞ്ഞിട്ട് എവിടെയൊക്കെ കയറരുതെന്ന് പറയുന്ന അവിടെയെല്ലാം കയറണം, ബലം പ്രയോഗിച്ച് കയറണം, തടയുന്നവരെ മാറ്റണം. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഗാന്ധിയെ ഭയങ്കരമായി പ്രകോപിപ്പിച്ച ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. മനുഷ്യരെ തൊട്ടാൽ അശുദ്ധി എന്ന് കരുതുന്നവർ ഒരിടത്തും സ്വസ്ഥമായിരുന്നു ഒന്നും ചെയ്യാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ ചോര ചിന്തണം എന്ന് തന്നെയാണ് നാരായണ ഗുരു പറഞ്ഞത്. അപ്പോൾ ഈ ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ധർമ്മപട സംഘം എന്ന അവർ ഗറില്ല സംഘടനയായിരുന്നു. അവർ വിരളം മുറിച്ച് നെറ്റിയിൽ ഞാൻ തിലകം ചാർത്തി പ്രതിജ്ഞ എടുക്കും, നമ്മുടെ സമുദായത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനും തയ്യാറാണെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് ഇതിനകത്ത് ചേരുന്നത്. അവരുടെ മിനിറ്റ്സ് ഒന്നും രേഖപ്പെടുത്താത്തതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ നിർവാഹമില്ല. അവർ ഈ കൊച്ചി പല പ്രദേശങ്ങളും ചേറ്റൂര്, ആറാട്ടുപുഴ,
മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്തോ രാജശേഖരയുടെ താണിശ്ശേരി, പിന്നെ തലയോലപ്പറമ്പ്, ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ ലഹള നടത്തി. അപ്പോൾ അവിടെ ഈ പൂരം എഴുന്നള്ളിക്കുമ്പോൾ അവിടുത്തെ ഒരു സമ്പ്രദായമുണ്ട്. ഈഴവരും ദളിതരും ഒക്കെ സ്വന്തം വീട്ടിൽ എന്തൊരു അസംബന്ധമാണ്. ഏതോ ഒരു അമ്പലത്തിലെ പൂരം എഴുന്നള്ളിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ഈഴവർ പൂട്ടി അത് കടന്ന് വൈകുന്നേരം വരെ എവിടെങ്കിലും അലഞ്ഞു തിരിയണം. സ്വന്തം വീട്ടിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ബോധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ സ്വന്തം വീട്ടിൽ എങ്ങും പോകുന്നില്ല. പൂരം എഴുതിക്കുമ്പോൾ നടു റോഡിൽ കടക്കാൻ അവകാശമില്ലാതെ നടു റോഡിൽ അവർ 50-100 ആളുകൾ വോളണ്ടിയർമാർ സംഘം ചേർന്ന് ഈ നായന്മാരെയും നമ്പൂതിരിമാരെയും തടഞ്ഞു. അങ്ങനെ വലിയ സംഘർഷങ്ങളുണ്ടായി. ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ രക്തച്ചൊരിച്ചിലുണ്ടായി. അന്ന് ഈ കോട്ടയം ജില്ലാ സൂപ്രണ്ടായിരുന്ന സായിപ്പാണ് പോലീസുകാരൻ തിരുവനന്തപുരം കമ്മീഷണർക്ക് ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അയച്ചു. അത് 50 വർഷത്തിന് ശേഷമാണത് പരസ്യപ്പെടുത്തിയത്. ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ പറയുന്ന ഇന്ന് കേരളത്തിലെ തീയറിനിടയിൽ നാരായണഗുരു എന്ന് പറയുന്ന ഒരു ആത്മീയ നേതാവിൻ്റെ ആശയത്തിൽ പ്രചോദിതരായി ഈഴവർ എന്തും ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. ഈ നാരായണഗുരുവിൻ്റെ ഡോക്ട്രിൻ, തത്വചിന്ത എന്ന് പറയുന്നത് ഈ ചാതുർണ്യ വ്യവസ്ഥയെ, ഹിന്ദുയിസത്തെ സമൂലമായി പെരുതെറിയാൻ പോകുന്ന അഗാധമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു തത്വചിന്തയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ ചേർത്തല, വൈക്കം താലൂക്കുകളിൽ ജനസംഖ്യയിൽ വളരെ കൂടുതലാണ് ഈഴവർ. അവർ വലിയ സായുധ മുന്നേറ്റത്തിന് ഈ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് നമുക്ക് അതിനകത്തുനിന്ന് അനുമാനിക്കാൻ കഴിയുന്നത് 10-15 സ്ഥലങ്ങളിൽ ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ വലിയ സായുധ സംഘർഷങ്ങളിലൂടെ നായന്മാരെ മുട്ടുകുത്തിച്ചു. അന്നവരൊരു കൊച്ചി രാജാവിന് ഒരു പരാതി കൊടുത്ത്, ഈഴവർ കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ എവിടെ കണ്ടാലും ഞങ്ങളെ തല്ലുകയാണ് ഈഴവർ. അതുവരെ എത്രയോ തലമുറകളായി തല്ലു വാങ്ങിച്ചുകൊണ്ടിരുന്നവരാണ്. ബോധാനന്ദ സ്വാമികളുടെയും നാരായണ ഗുരുവിൻ്റെയും നേതൃത്വത്തിൽ തിരിച്ചു തല്ലാൻ തുടങ്ങിയപ്പോഴാണ് ഈ മുഷ്ക് കുറയ്ക്കാൻ നിർബന്ധിതമായത്. ഈ ബോധാനന്ദ സ്വാമികൾ ഈ കലാപ ദിവസങ്ങളെല്ലാം തലേ ദിവസം ആലുവയിൽ വന്ന് നാരായണ ഗുരുവിൻ്റെ അനുവാദം വാങ്ങിയിട്ടാണ് പോയിരുന്നത്. നാരായണ ഗുരു ഒരിക്കലും പറഞ്ഞില്ല സംഘർഷം, ഹിംസ പാടില്ല. കാരണം ഈ റോഡിൽ നടക്കരുത് എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയുമില്ലാത്ത കാര്യമാണ്. നിന്റെ ശരീരം അശുദ്ധ വസ്തുവാണ് എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയുമില്ലാത്ത കാര്യമാണ്. യുക്തിയുള്ളിടത്താണ് യുക്തി കൊണ്ട് വാദിക്കേണ്ടി വരുന്നത്. ഇത്രയും യുക്തിഹീനമായ ഒരു സമ്പ്രദായം നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നവരോട് ഹിംസയുടെ ഭാഷയല്ലാതെ, അടിയുടെ ഭാഷയല്ലാതെ, സംഘടനത്തിൻ്റെ ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും വിലപ്പോവില്ല എന്ന് ലോക ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ വൈക്കത്തൊരു സമരം, സഞ്ചാര സ്വാതന്ത്ര്യ പ്രക്ഷോഭം നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വൈക്കം ക്ഷേത്രം ഇടിച്ചു നിരത്തുമായിരുന്നു. നാരായണ ഗുരു തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിലെ നടക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ അമ്പലം അവിടെ നിൽക്കുന്നു എന്നതാണല്ലോ. അപ്പം തന്നെ അമ്പലം എടുത്ത് മാറ്റിയാൽ പോരായോ? പിന്നെ ആ കാരണം പറഞ്ഞ് നിങ്ങളെ വഴി നടക്ക് തടയാനാവില്ലല്ലോ. അപ്പോൾ ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരം നടന്നിരുന്നുവെങ്കിൽ വൈക്കം ക്ഷേത്രം ഇടിച്ചു നിരത്തുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതറിഞ്ഞ സവർണർ ഗാന്ധിയെ കൊണ്ട് അതിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട TK മാധവനും അവരൊരു ചട്ടുകുമായി ഉപയോഗിച്ചു എന്നത് നാം തള്ളിക്കളയരുത്. കാരണം അദ്ദേഹമാണ് പോയി ഗാന്ധിയെ അടുത്ത് പോയി കണ്ട് ഗാന്ധിയെ വിളിച്ചുകൊണ്ട് വന്ന് പ്രമേയമൊക്കെ പാസ്സാക്കിയത്. കാരണം ഈ 1924 മാർച്ച് 25 ആണ് ഈ സമരം തുടങ്ങുന്നത്. 1923 നവംബർ മാസം SNDPയുടെ വാർഷിക സമ്മേളനം നടക്കുന്നു. അവിടെ ഇങ്ങനെ ഒരു സമരത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ചർച്ച ചെയ്തിട്ട് പോലുമില്ല. SNDP TK മാധവനോട് ഗാന്ധിയെ പോയി കാണണം, ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് TK മാധവനെ ചുമതലപ്പെടുത്തിയതിന് ഒരു തെളിവുമില്ല. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം KP കേശവമേനോൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും ഒക്കെ തന്നെ ചട്ടുകമായി മാറിപ്പോയത് വാസ്തവത്തിൽ വലിയ ഒരു ദുരന്തമാണ്. അല്ലെങ്കിൽ ബോധാനന്ദ സ്വാമികൾ അവിടെ ശരിയായ സഞ്ചാര സ്വാതന്ത്ര്യ സമരം നടത്തി വിജയിക്കുമായിരുന്നു. അതിനെ പൊളിക്കാൻ വേണ്ടിയാണ് സത്യാഗ്രഹം എന്ന പേരിൽ ഒരു ഈ സമരാഭാസം നടത്തിയത്. ഈ സമയത്താണ് നാരായണ ഗുരുവിൻ്റെ പ്രകോപനപരമായ പ്രസ്താവനയെക്കുറിച്ച് ഗാന്ധി അദ്ദേഹത്തിന് യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൽ ഒരു ലേഖനം എഴുതി. കേരളത്തിലെ തീയരുടെ ആത്മീയ നേതാവായ ശ്രീനാരായണ ഗുരു പരസ്യമായി അക്രമത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നാണ് ഗാന്ധി എഴുതിയത്. ഇങ്ങനെ ആളുകൾ കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായാൽ നിങ്ങൾക്ക് എവിടെയും അദ്ദേഹം
അമ്പലത്തിൻ്റെ മതിലുകൾ ചാടിക്കടക്കണമെന്ന് പറയുന്നു. ഇന്ന് അമ്പലത്തിൻ്റെ മതിലുകൾ ചാടിക്കടക്കണമെന്ന് പറയുന്ന നാരായണഗുരു നാളെ അമ്പലം തന്നെ പൊളിക്കണമെന്ന് പറയത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇങ്ങനെയൊക്കെ കൊല്ലപ്പെടാനും തയ്യാറായാൽ കാര്യം സാധിച്ചേക്കാം. പക്ഷേ അത് സവർണരുടെ മനസ്സ് മാറ്റാൻ സഹായിക്കത്തില്ല. ഇപ്പം ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സവർണരുടെ, ബ്രാഹ്മണൻ്റെയും നായരുടെയും മനസ്സ് മാറ്റുകയാണ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ ഈഴവരുടെയും ദളിതരുടെയും മനുഷ്യാവകാശങ്ങൾ നേടിയെടുക്കുന്നുള്ള സമരമായിട്ടല്ല ഗാന്ധി കണ്ടിരുന്നത്. നാരായണഗുരുവിനെ സംബന്ധിച്ചിട്ട് ആരുടെയും മനസ്സ് മാറ്റേണ്ട കാര്യമില്ല. നാം മനുഷ്യരാണെങ്കിൽ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. ആ ഹ്യൂമൻ റൈറ്റ്സ് എവിടെയൊക്കെ വയലേറ്റ് ചെയ്യപ്പെടുന്നുവോ അവിടെ ആ വയലേറ്റേഴ്സിനെതിരെ, ആ ധ്വംസകർക്കും ലംഘകർക്കുമെതിരെ നമ്മുടെ ശക്തി കൊണ്ട് അതിനെ പരാജയപ്പെടുത്തുകയാണ് എടുത്താനാണ് നാരായണഗുരു ആഹ്വാനം ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാരായണഗുരുവിൻ്റെ അയ്യങ്കാളിയുടെ സഹോദരയ്യപ്പൻ്റെ പ്രസ്ഥാനത്തെ നാം ഇനിമേൽ ബോധപൂർവം കേരള അറുവളി പ്രസ്ഥാനം എന്ന് വിളിക്കണം. അതിൽ അങ്ങനെ ബംഗാളിലെ ഈ സവർണ നവോത്ഥാനത്തിൽ നിന്ന് താത്വികമായി നാം വേർതിരിച്ച് കാണാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കേരള അറുവളി പ്രസ്ഥാനത്തിന് ആദ്യഘട്ടം, പല ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ടം ഞാൻ കാണുന്നത് 1803 ചേർത്തലയാണ്. നങ്ങേലി എന്ന് പറയുന്ന ഈഴവ യുവതിയുടെ ധീര രക്തസാക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഏറ്റവും പ്രാകൃതമായ ഒരു കരത്തിനെതിരെ, മുലക്കരം എന്ന് അറിയപ്പെട്ടിരുന്ന കലത്തിനെതിരെ സ്വന്തം എറിഞ്ഞ് മുറിച്ചു കൊടുത്തുകൊണ്ടാണ് അവർ അതിനോട് പ്രതിഷേധിച്ചത്. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് ഇവിടെ അടുത്ത് ദളവാക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ക്ഷേത്രം 16-ാം നൂറ്റാണ്ട് വരെ ബുദ്ധവിഹാരമായിരുന്നു. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ജാഥ നടത്തി 200ഓളം ഈഴവ യുവാക്കളെ വേലിത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ വെട്ടി അരിഞ്ഞ് ഇട്ട് മൂടിയ കുളമാണ് ദളവാക്കുളം സംഭവം എന്ന് പറഞ്ഞത് 1806. പക്ഷേ ഈ 2 സംഭവത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ചത് ഇവിടുത്തെ അധികാരിമാർ സവർണരായതുകൊണ്ട് അന്ന് സവർണർ മാത്രമായിരുന്നു സാക്ഷരർ. ചരിത്രമുണ്ടാക്കുന്നതും രേഖപ്പെടുത്തുന്നതും സൂക്ഷിക്കുന്നതുമെല്ലാം സവർണരുടെ ജോലിയായിരുന്നു. അതുകൊണ്ട് അവർ ചെയ്ത ഒരു കൊടുംപാതകത്തെ പിൽക്കാല തലമുറകൾ അറിയുന്നതിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അവർ ഇതിൻ്റെ ചരിത്രം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചരിത്രം രേഖപ്പെടുത്താതിരിക്കുന്നത് കൊണ്ട് ഒരു സംഭവം പൂർണ്ണമായി കെട്ടുകഥയാകണമെന്നില്ല. അതിനെ പലതരത്തിൽ നമ്മുടെ നാടൻ പാട്ടുകളിലൂടെ ഇവിടെ തന്നെ KR നാരായണനൊക്കെ എഴുതിയിട്ടുണ്ട്. 1924 പോലും ദേശാഭിമാനിയിൽ ഈ ദളവാക്കുളത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ചില കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അവിടെ ഈ ദളവാക്കുളം രക്തസാക്ഷികൾക്ക് രക്തസാക്ഷി മണ്ഡപം പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ 200 ഈഴവ യുവാക്കളെ വെട്ടിക്കൊന്ന വേലിത്തമ്പി ദളവയെ ഡെമോക്രസിയുടെ ഈ ക്ഷേത്രം, ദേവാലയം എന്നൊക്കെ വിളിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുൻപിൽ വെച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗവൺമെൻറ്റാണ്. ഈ വേലിത്തമ്പി എന്ന് പറയുന്ന ഈ പൈശാചിക കൃത്യം നടത്ത കേരള ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും ഭീകരനായ ഐത്തജാതി മർദ്ദകൻ, ജാതി പിശാചിൻ്റെ ഒരു പ്രതിമയാണ് ഡെമോക്രസിയുടെ അടയാളമായി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് ആധുനിക കേരളം ലജ്ജയോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കായംകുളത്തിനടുത്തുള്ള ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന് പറയുന്ന ഒരു ധീരൻ, അദ്ദേഹത്തിൻ്റെ കളരി സംഘങ്ങളും കുതിരപ്പടയും ഒക്കെ ആയിട്ട് ചെന്ന ആ പ്രദേശങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈഴവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, കമ്പോളത്തിൽ കയറാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ അദ്ദേഹം വലിയ സംഘർഷങ്ങൾ, സായുധ സംഘർഷങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമരങ്ങളെയും നാരായണഗുരു നടത്തിയ സമരങ്ങളെയും തമ്മിൽ നാം ഒരു വേർതിരിവ് നടത്തണം. കാരണം ഈ സമരങ്ങൾ ആസന്നമായ അടിച്ചമർത്തൽ, പരിധി കടക്കുമ്പോൾ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്ന പോലെ ഈ അടിച്ചമർത്തൽ സഹിക്കവയ്യാതെ വന്നപ്പോഴുണ്ടായ ഒരു ഇതിൽ നിന്നാണ് ഇവരെല്ലാം പ്രതിഷേധിച്ചത്. ഒരു തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ ജാതിയില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കുക, ഭാവി മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങളായിരുന്നില്ല. ലോകത്തെല്ലായിടത്തും നടന്നിട്ടുണ്ട്. പണ്ട് സ്പാർട്ടാക്കസ് അടിമയും അടിമ ഉടമയും തമ്മിൽ വേർതിരിയുന്ന സമൂഹമല്ല നമുക്ക് വേണ്ടത്. അടിമയും ഉടമയും ഇല്ലാത്ത സമൂഹത്തെ പറ്റിയുള്ള സങ്കല്പത്തിൽ നിന്നല്ല സ്പാർട്ടാക്കസ്. പീഡനം സഹിക്കവയ്യാതെ വന്നപ്പോൾ അവർ സംഘടിച്ചു.
അതിനെതിരെ സമരം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. 18-ാം നൂറ്റാണ്ട് വരെ ലോകത്തൊരിടത്തും അടിച്ചമർത്തപ്പെട്ടവർ പോലും അടിച്ചമർത്തലും ഈ അപമാനവും ഇല്ലാത്ത ഒരു പുതിയ മനുഷ്യൻ, ഹ്യൂമാനിറ്റി, പുതിയ ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്ന ആശയം മനുഷ്യരാശിക്ക് സംഭാവന ചെയ്തത് യൂറോപ്യൻ എൻലൈറ്റൻമെൻ്റാണ്. ആ യൂറോപ്യൻ എൻലൈറ്റൻമെൻ്റ് ആശയങ്ങളെയാണ് 1789 ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്ന 3 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത്. ഇതിൻ്റെ 3ാമത്തെ ഘട്ടമാണ് 1903 SNDP എന്ന സംഘടന. കാരണം ഈ അരുവിപ്പുറത്ത് ഈ 2 ഘട്ടം കഴിഞ്ഞ് അരുവിപ്പുറത്ത് ആണ് പിന്നെ 2ാമത്തെ ഘട്ടം. അപ്പോൾ അവിടെ നമ്മളൊക്കെല്ലാം അറിയാം, ഈഴവശിവനെ പ്രതിഷ്ഠിച്ചു 1880. അതിനെപ്പറ്റി ഒരുപാട് കാൽപ്പനികവും അതിശയോക്തിപരവുമായ ഒരുപാട് വർണ്ണനകൾ കുമാരനാശാൻ തൊട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഈഴവശിവനെ പ്രതിഷ്ഠിച്ചു എന്നതിനകത്തൊരു ദംശനമുണ്ട്, ഒരു പാരമ്പര്യ ലംഘനമുണ്ട്. അതിനേക്കാൾ പ്രധാനം, നമ്മളെല്ലാം അരുവിപ്പുറത്ത് ഒരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തി, ഇന്ന് അതൊരു ക്ഷേത്രത്തിൻ്റെ രീതിയിലാണ് നിൽക്കുന്നത്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ മനുഷ്യരെല്ലാം സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ഷേത്രമല്ലെന്നാണ്. മനുഷ്യരെല്ലാം സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ മതേതര പൊതുസ്ഥലം, സെക്കുലർ പബ്ലിക് സ്പേസ്. ലോകത്തൊരു മതത്തിൻ്റെയും ആരാധനാ കേന്ദ്രത്തിൽ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഒരു മതത്തിന്, ക്രിസ്തു മതത്തിൻ്റെയോ ഇസ്ലാമിൻ്റെയോ ബുദ്ധിസത്തിൻ്റെയോ അല്ലെങ്കിൽ ജുഡായിസത്തിൻ്റെയോ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ ആരും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരേ സമയം നാരായണഗുരു നടത്തിയ ക്ഷേത്ര സ്ഥാപനവും ക്ഷേത്ര ദംശനവും ഒരുമിച്ച് നടത്തുകയാണ് നാരായണഗുരു ചെയ്തത്. അപ്പം നാരായണഗുരുവിൻ്റെ ഈ ഇത്തരം കാര്യങ്ങളെ ഒരു ക്ഷേത്ര സ്ഥാപകനായിട്ട് മാത്രം നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളും ഒരർത്ഥത്തിൽ ക്ഷേത്ര ദംശനങ്ങൾ കൂടിയാണ്. അദ്ദേഹം 1917 പറഞ്ഞു ഇനി ക്ഷേത്രം ഉണ്ടാക്കരുത്. എന്നിട്ടൊരു ശിഷ്യനോട് പറഞ്ഞു, ഈ തൽക്കാലം ക്ഷേത്രം വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ മനസ്സിലാവുകയില്ല, ആളുകൾ കേൾക്കണമെന്നില്ല, അവർ സ്വന്തമായിട്ട് പോയി ക്ഷേത്രം ഉണ്ടാക്കും. അതുകൊണ്ട് സവർണ ക്ഷേത്രങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം നാരായണഗുരു ഉണ്ടാക്കിയ ക്ഷേത്രങ്ങൾ, അതായത് സവർണർ അനുവദിച്ച് നൽകിയ നീച ദൈവങ്ങളെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമേ ഈഴവർക്കുണ്ടായിരുന്നുള്ളൂ. അത് പറ്റില്ല, ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങൾ തീരുമാനിക്കും എന്നതാണ് നാരായണഗുരു പറഞ്ഞത്. നിങ്ങൾ പറയുന്ന ദൈവങ്ങളെ ആരാധിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളത് വിസമ്മതിക്കുന്നു. ഒരർത്ഥത്തിൽ ദൈവങ്ങൾ ഇങ്ങനെ വന്ന് നാരായണഗുരുവിൻ്റെ മുൻപിൽ ക്യൂ നിൽക്കുകയാണ്, എന്നെ എടുക്ക്, ഈ അമ്പലത്തിലേക്ക് എന്നെ എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരിക്കൽ നാരായണഗുരു പറയുന്നു, ഈ ആചാരങ്ങളും പൂജകളും സമ്പ്രദായങ്ങളും എല്ലാം ഒരു കാലത്ത് വേണ്ടാന്ന് വന്നേക്കും. അപ്പോൾ ഈ കെട്ടിടങ്ങൾ പ്രയോജനപ്പെടും. അപ്പം നാരായണഗുരു സംബന്ധിച്ചോളം ക്ഷേത്രം എന്ന് പറയുന്ന ഈ കെട്ടിടം എന്ന് മാത്രമാണ്. ഈ കെട്ടിടം നാളെ വർക്ക്ഷോപ്പാക്കാം, സ്കൂളാക്കാം, അല്ലെങ്കിൽ വേറെ ബസ് സ്റ്റോപ്പാക്കാം. ഇത്ര പ്രാധാന്യമേ നാരായണഗുരു അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതൊരു ഡിവൈൻ സെൻറ്റർ ആയിട്ട് അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടില്ല. ഈ കെട്ടിടങ്ങളെങ്കിലും ഉപകാരപ്പെടും എന്നാണ് ഒരു സ്ട്രക്ചർ. ഇത്ര പ്രാധാന്യമേ അദ്ദേഹം കൊടുത്തുള്ളൂ. അതിന് ഒരു വിശുദ്ധ ആത്മീയ മതകേന്ദ്രമായിട്ടല്ല നാരായണഗുരു വീക്ഷിച്ചിരുന്നത്. ഇപ്പം ഈ അരുവിപ്പുറത്തിൻ്റെ ഈ പ്രത്യേകത, അദ്ദേഹം ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യത്തിൽ നിന്ന് ഫ്രറ്റേണിറ്റി, സാഹോദര്യം നിലനിൽക്കുന്ന സാഹോദര്യത്തിൻ്റെ സെക്കുലർ പബ്ലിക് സ്പേസ് ആണ് എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം ഈ ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹം സ്വയം വിട്ടുമാറുകയാണ്. ബ്രേക്ക് ചെയ്തിട്ട് യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റിൻ്റെ പാരമ്പര്യത്തിലേക്ക് ചേരുകയാണ് നാരായണഗുരു. അതുകൊണ്ട് നാരായണഗുരുവിനെ ഒരു വിശ്വമാനവികനായിട്ടാണ് നമുക്ക് കാണുന്നത്. നാം ഭാരതീയ ഋഷി പരമ്പരയും ഒന്നുമല്ല നാരായണഗുരു. വേൾഡ് എൻലൈറ്റ്മെൻറ്റ് ഫിലോസഫേഴ്സിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. റൂസോയ്ക്കൊപ്പമാണ് അദ്ദേഹത്തെ നാം കാണേണ്ടത്. ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു സ്ലോഗൻ അന്ന് അങ്ങനെ ഇന്ത്യയുടെ 3000 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഋഗ്വേദത്തെ ആദ്യ ശ്ലോകം തൊട്ട് ഒരൊറ്റ ബ്രാഹ്മണനും മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. മനുഷ്യൻ വായിൽ നിന്നും തുടയിൽ നിന്നുമൊക്കെ ഉണ്ടായ പ്രത്യേകം സ്പീഷീസുകളാണെന്നാണ് അവർ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം നാരായണഗുരുവിനെ ഋഷി പരമ്പരയുടെ ഭാഗമായി നാം അദ്ദേഹത്തെ അധപ്പതിപ്പിക്കരുത് എന്ന് ഞാൻ പറയുന്നത്. അപ്പം ഈ അരുവിപ്പുറത്തിന് നമ്മൾ മലയാളത്തിൽ നിന്നൊക്കെ സംഭവം എന്ന് പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ ഇതിന് ഇവൻ്റ് എന്നൊരു വാക്കുണ്ട്. അത് സാറിന് ഒരു ഒക്കറൻസ് എന്ന് പറയും. ഇപ്പോൾ ഒരിടത്തൊരു സമരം ഉണ്ടായി, അതൊരു ഒക്കറൻസാണ്.
ആ സമരത്തെ നമ്മൾ ഇംഗ്ലീഷിൽ ഈവൻ്റ് എന്ന് പറയാറില്ല. ഈവൻ്റ് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സ്റ്റാറ്റസ് കോയെ അടിച്ച് തകർക്കുന്ന, അതിലൊരു വിള്ളലുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇംഗ്ലീഷിൽ ഈവൻ്റ് എന്ന് പറയുന്നത്, സാധാരണ സംഭവമല്ല. അപ്പോൾ ഇവിടെ നിലനിന്നിരുന്ന ഒരു ജാതി സമ്പ്രദായത്തിൻ്റെയും ആരാധനാ സമ്പ്രദായത്തിൻ്റെയും ഒരു ഭൂമികയിൽ നാരായണഗുരു വലിയൊരു പിളർപ്പ്, വലിയൊരു ഗർത്തമാണ് നാരായണഗുരു സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അരുവിപ്പുറം കേരളത്തിൻ്റെ എൻലൈറ്റ്മെൻറ്റിന് ഫൗണ്ടേഷണലായ ഈവൻ്റാണ് എന്ന് നാം പറയേണ്ടത്. പിന്നെ അടുത്തത് SNDP രൂപീകരണമാണ്. SNDP രൂപീകരണത്തിന് ശേഷം അദ്ദേഹം ഈ ഈഴവ സമുദായത്തിനകത്ത് തന്നെയുള്ള ആചാര പരിഷ്കരണങ്ങൾ, വിവാഹ സമ്പ്രദായത്തിൻ്റെ പരിഷ്കരണങ്ങൾ, പഴയ ഇതെല്ലാം അന്ന് ഈ താലികെട്ട് കല്യാണം, മറ്റേത് ഈ പുലകുളി, ഇതെല്ലാം ബ്രാഹ്മണരും നായരും കൂടെ ചേർന്ന് നിങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നതാണ്. ഇതെല്ലാം നാരായണഗുരു മാറ്റി പരിഷ്കരിച്ചു. നാരായണഗുരുവിൻ്റെ ഈ കേരള അറുവളിയുടെ ഏറ്റവും താത്വികമായ ഒരു ഘട്ടമാണ് 1913-14 വർഷങ്ങളിൽ ആണ് അദ്ദേഹം 2 ചെറു കവിതകൾ എഴുതിയിട്ടുണ്ട്. 1914 രചിച്ച ജാതി നിർണയം. ഇപ്പോൾ ഈ ജാതി സമ്പ്രദായത്തെ മനുഷ്യൻ ഭിന്നജാതികളാണ് എന്ന ബ്രാഹ്മണിക്കൽ സിദ്ധാന്തത്തെ പൂർണ്ണമായും റദ്ദാക്കിയ 2 ചെറു കവിതകളാണ് ജാതി നിർണയവും ജാതി ലക്ഷണവും. ഈ ജാതി നിർണയം എന്ന കവിതയിൽ മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ, പശുക്കൾക്ക് പശുത്വം എന്നതുപോലെ എല്ലാ മനുഷ്യർക്കും പൊതുവായുള്ളതാണ് മനുഷ്യത്വം, ഹ്യൂമാനിറ്റി. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ല. അതിൽ ഒരു യോനിയിൽ നിന്ന് പിറക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു ഭേദവുമില്ല. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്ന സന്തതി നരജാതി, ഇത് ഓർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാ. ഇത് ഈ ഡെഫിനിഷൻ ഡാർവിനിയൻ പ്രിൻസിപ്പിളാണ് നാരായണഗുരു അപ്ലൈ ചെയ്യുന്നത്. ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൃതി അദ്ദേഹം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ തനി ഡാർവിനിയൻ പ്രിൻസിപ്പിളാണ്. ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ നാം പല സ്പീഷീസുകളായി തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടം ജീവികളെ ഈ സ്പീഷീസാണ് എന്ന് വേർതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് ഏതൊക്കെ ജീവികൾ തമ്മിൽ ഇണചേർന്നാൽ പ്രജനനം ഉണ്ടാകുമോ, ഇംഗ്ലീഷിൽ അതിന് റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്നാണ് പറയുന്നത്. ഈ തത്വമാണ് നാരായണഗുരു അപ്ലൈ ചെയ്യുന്നത്. കാരണം ബ്രാഹ്മണൻ്റെ മനുഷ്യരെ വിവിധ ജാതികളും വർണ്ണങ്ങളുമായി തിരിക്കാൻ ഉപയോഗിച്ചിരുന്ന സിദ്ധാന്തത്തിൻ്റെ ഈ എഡിഫൈസിനെ ഒറ്റയടിക്ക് തകർക്കുകയാണ് ഈ കവിതയിലൂടെ ചെയ്യുന്നത്. എന്നിട്ട് നരജാതിയിൽ നിന്ന് അത്രേ പിറന്നിടുന്നു വിപ്രനും പറയൻ താനും എന്തുള്ളത് അന്തരം നരജാതിയിൽ. അപ്പം യഥാർത്ഥത്തിൽ ഹ്യൂമൻ റേസ്, ഹ്യൂമാനിറ്റി മാത്രമേ ഉള്ളൂ. ഇവർ തമ്മിൽ അന്തരമുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ അദ്ദേഹം ഈ ഇനം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ കൈൻഡ് എന്നാണ്. മനുഷ്യരെല്ലാവരും ഒരൊറ്റ കൈൻഡാണ്. അതിൽ ഒരു വ്യത്യാസങ്ങളുമില്ല. ഇന്ന് ജനറ്റിക്കൽ സയൻസ് തെളിയിച്ചു കഴിഞ്ഞു. മനുഷ്യർ ജനറ്റിക്കലി ഒരൊറ്റ റേസാണ്. അവർ തമ്മിൽ ഒരു ഭേദവുമില്ല. വിവിധ പരിസ്ഥിതികളിലും കാലാവസ്ഥകളിലും ഒക്കെ താമസിക്കുന്ന ആളുകൾ ബാഹ്യമായി നിറവ്യത്യാസം ഉണ്ടായേക്കും. പക്ഷേ അവരുടെ DNA ഒന്ന് തന്നെയാണ്. ഈ ബ്രാഹ്മണന്മാർ നമ്മൾ പഠിപ്പിച്ചു വെച്ചത് ബ്രാഹ്മണൻ്റെ DNA കൂടിയ DNA, പറയൻ്റെയും ഈഴവൻ്റെയും നീച DNA, അങ്ങനെ പലതരം DNA കൊണ്ട് നിർമ്മിക്കപ്പെട്ട പലതരം ശരീരങ്ങളും പലതരം ജന്തുക്കളുമാണ് മനുഷ്യർ എന്ന ബ്രാഹ്മണിക സിദ്ധാന്തത്തെയാണ് നാരായണഗുരു തകർത്തത്. അപ്പോൾ ഈ ഒറിജിൻ ഓഫ് സ്പീഷീസ് വായിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഊഹിക്കുന്നത് നാരായണഗുരുവിൻ്റെ വിദ്യാസമ്പന്നരായ ശിഷ്യരുമായിട്ടുള്ള സമ്പർക്കങ്ങളിൽ നിന്ന് അദ്ദേഹം ഇത്തരം ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. കാരണം ഈ നാരായണഗുരുവിനെ പോലെ ഭയങ്കരമായ ഭാവനാശേഷിയുള്ള ഒരു മനുഷ്യന്, ഇപ്പോൾ ഒരാൾ സാധാരണക്കാരൻ്റെ ഒരു ട്രെയിനിൽ കയറുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാവുന്ന ഒരു യന്ത്രമായിട്ട് ആ ട്രെയിനിനെ കാണുകയുള്ളൂ. പക്ഷെ നാരായണഗുരു ആ ട്രെയിനിൽ കയറുമ്പോൾ എങ്ങനെ ഈ ട്രെയിനുണ്ട്, എന്താണ് ഈ ട്രെയിനിൻ്റെ ഫിസിക്സ്, എന്താണ് കൈനറ്റിക്സ് എന്താണ് എന്ന് ആലോചിക്കാൻ ശേഷിയുള്ള അങ്ങനെ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നുകൊണ്ട് തനിക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇംഗ്ലീഷ് ലോകത്തുണ്ടായിട്ടുള്ള ആശയങ്ങൾ തേടിപ്പിടിക്കാനുള്ള ഒരു ഔത്സുക്യം നാരായണഗുരുവിന് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ
റൂസോയുടെ ആശയങ്ങൾ സഹോദരി എന്ന ആശയം അദ്ദേഹം മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ഡാർവിനിയൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജാതിയുടെ തത്വചിന്തയെ തകർക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ജാതി ലക്ഷണത്തിൽ പുണർന്നു പേറുമെല്ലാം ഒരിനം പുണരാത്തത് പുണരാത്ത ഇനമൽ ഇമമാം ആഞ്ഞാം. അതും വീണ്ടും ഡാർവിനിയൻ പ്രിൻസിപ്പിളാണ് പറയുന്നത്. പരസ്പര പ്രജനനം സാധ്യമായ മനുഷ്യർക്കിടയിൽ അവരൊരു ഒറ്റ യൂണിറ്ററി സ്പീഷീസാണ്. അവരിലുള്ള എല്ലാ തരത്തിലുള്ള വിഭജനങ്ങളും വ്യത്യാസങ്ങളും മനുഷ്യ സൃഷ്ടിച്ചതാണ്. നാരായണഗുരു എപ്പോഴും പറഞ്ഞിട്ട് ഈ ജാതി മനുഷ്യരുണ്ടാക്കിയതാണ്, അതുകൊണ്ട് മനുഷ്യർ വിചാരിച്ചാലേ അത് പോവുകയുള്ളൂ, അതുകൊണ്ട് ഭക്തിയും പൂജയും ഒന്നും കൊണ്ട് ജാതി പോകില്ല എന്ന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം ചോദിക്കേണ്ടത് പേരൂര് തൊഴിലി മൂന്നും പോരുമായത് കേൾക്കുക. കാരണം മറ്റേത് നാച്ചുറലാണ്, മനുഷ്യർ ഒന്നാണെന്നുള്ളത് നാച്ചുറലാണ്. നമ്മൾ ഉണ്ടാക്കിയതാണ് പേര്, തൊഴിൽ, ഊര്. ഇത് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയരുത്. നമ്മൾ ഇടുമ്പോഴാണ് ഒരാൾക്ക് പേരുണ്ടാകുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് തൊഴിലുണ്ടാകുന്നത്. അപ്പോൾ ഊര് ഏത് നാട്ടിൽ താമസിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കും. ഇതൊന്നും പ്രകൃതിദത്തമല്ല. അതിലാണ് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാഹ്യമായി നമുക്ക് സന്യാസിയുടെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ ഏതൊരു യൂറോപ്യൻ ഫിലോസഫർക്കും തുല്യ നിർത്താവുന്ന തരത്തിലുള്ള ഒരു ആശയം, ഒരു തത്വചിന്ത മുന്നോട്ട് വെക്കുന്ന ആളിനെ ഞാൻ മറ്റൊരു വലിയ 10ാം നൂറ്റാണ്ട് അവസാനം ജീവിച്ചിരുന്ന എഡ്മണ്ട് ഹുസൈൽ എന്ന് പറയുന്ന ഒരു ഫിലോസഫറുടെ ഒരു പ്രയോഗം എടുത്തുകൊണ്ട് നാരായണഗുരുവിനെ വിശേഷിപ്പിക്കുന്നത്, ഫിലോസഫർ എന്ന് പറയുന്നത് ഫിലോസഫർ ഫങ്ഷണറീസ് ഓഫ് ദി മാൻകൈൻഡ്, മനുഷ്യരാശിയുടെ ഫങ്ഷണറിയാണ്. മനുഷ്യരാശിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനെയാണ് ഫങ്ഷണറി എന്ന് പറയുന്നത്. അതുകൊണ്ട് നാരായണഗുരുവിനെ സന്യാസി എന്നല്ല, ഫിലോസഫർ ഫങ്ഷണറി എന്നാണ് നാം വിശേഷിപ്പിക്കേണ്ടത്. കേരളത്തിൽ നടന്ന ഈ പ്രസ്ഥാനത്തെ നാം ബോധപൂർവം കേരള നവോത്ഥാനം എന്ന വാക്കുകൊണ്ട് സംജ്ഞ കൊണ്ട് വിശേഷിപ്പിക്കുന്ന പ്രവണത അതൊരു സവർണ നിർമ്മിതിയാണ്. കിളപ്പിനും അത് ഈഴവർ പന്നി പെറ്റ് പെരുകുന്നത് പോലെ എന്ന് 1962 പോലും പ്രസംഗിച്ച ഒരാളിനെ കൂടി നവോത്ഥാനത്തിൻ്റെ ചെലവിൽ മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി സവർണർ ഉണ്ടാക്കിയ ഒരു നിർവചന സങ്കേതമാണ് കേരള നവോത്ഥാനം എന്നത്. നേരത്തെ ഈ മന്നത്തിൻ്റെ റെസ്ട്രിക്റ്റഡ് ഹോളിഡേ ആയിരുന്നു. ഇപ്പോൾ നാരായണഗുരുവിനെ പോലെ തന്നെ പബ്ലിക് ഹോളിഡേക്ക് അർഹനായ ഒരു നവോത്ഥാന നായകനായി. അതുകൊണ്ട് ഈ കൃത്രിമമായ സവർണ ഗൂഢാലോചന ആണ് കേരളത്തിലെ ഈ വിപ്ലവ പ്രസ്ഥാനത്തെ അധസ്ഥിത ജാതികളുടെ മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയും സവർണ നിഷേധിച്ച ഹ്യൂമാനിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ റവല്യൂഷണറി മൂവ്മെൻറ്റിനെ പലതരം സവർണ പ്രസ്ഥാനം, NSS പോലൊരു സംഘടനയാണ് SNDP എന്ന് തെറ്റിദ്ധരിക്കുന്നതിന് ഇട കൊടുക്കുന്ന കേരള നവോത്ഥാനം എന്ന സങ്കല്പത്തെ നാം ബോധപൂർവം നിരാകരിക്കുകയും ആ സ്ഥാനത്ത് ഇനിമേൽ കേരള എൻലൈറ്റൻമെൻറ്റ്, കേരള അറിവുളി പ്രസ്ഥാനം എന്ന് പറയുകയും വേണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ കറുത്ത വർഗ്ഗക്കാരുടെ 60കളിലൊക്കെ വലിയ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം ഫ്രാൻസ് ഫാനൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അത് റച്ചഡ് ഓഫ് ദി എർത്ത്, ഭൂമിയിൽ നിന്ന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് കൊളോണിയലിസ്റ്റിനെതിരായി കടുത്ത ഏതായുധവും എടുത്തുകൊണ്ട് വൈറ്റ് യൂറോപ്യൻ കൊളോണിയലിസ്റ്റിനെതിരെ സമരം ചെയ്യണമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി സാർത്ത് എന്ന് പറയുന്ന വലിയ ഫ്രഞ്ച് ചിന്തകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഫ്രാൻസ് ഫാനൻ ഏംഗൽസിന് ശേഷം ചരിത്രത്തെ പകൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഫ്രാൻസ് ഫാനൻ ആണെന്നാണ് സാർത്ത് പറഞ്ഞത്. ഇത് ഈ സാർത്തിൻ്റെ ഫാനിനെ പറ്റിയുള്ള പ്രസ്താവന നാരായണഗുരുവിനും ബാധകമാണ്. കേരളത്തിൽ നാരായണഗുരു ജാതിയുടെ വംശീയ ചരിത്രത്തെ നാരായണഗുരു പകൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, അതിനെ നട്ടുച്ചയുടെ പൊള്ളുന്ന വെയിലിൽ പിടിച്ചു നിർത്തുകയും ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ജാതിയും ധർമ്മ പെരുമാറ്റ സംഹിതകളും ദയാരഹിതമായ വിചാരണയ്ക്കും വിധേയമായി. ഇപ്പോൾ ഈ നാരായണഗുരു 1888 അരിവിപ്പുറത്ത് ആരംഭിച്ച ഇനി മറ്റൊരു ഡയമെൻഷൻ കൂടിയുണ്ട്. ഇത് ഒരു അർത്ഥത്തിൽ കേരളത്തിൽ ഈ സവർണക്ക് ജാതി വിചാരണ കോടതിയുടെ സ്ഥാപനം കൂടിയാണ്. ആദ്യമായി ജാതി വംശീയ കുറ്റം ചെയ്യുന്നവർ വിചാരണ ചെയ്യുന്ന നമുക്ക് ഒരു കോടതിയാണ് വാസ്തവത്തിൽ നാരായണഗുരു ഈ കേരള അറിവുളി പ്രസ്ഥാനം എന്ന് പറയുന്നത്.
ഇത് സാധാരണ സാമ്പ്രദായിക കോടതികളെപ്പോലെ നിഷ്പക്ഷമല്ല, വളരെ വളരെ പക്ഷപാതിത്വമുള്ളതാണ് നാരായണഗുരുവിൻ്റെ ജാതി വിചാരണ കോടതി. ഈ സാധാരണ കോടതികളിൽ കാണുന്ന ഈ കണ്ണും കാതും ചെവിയുമൊക്കെ മൂടി വെച്ച നീതിദേവതയായിരുന്നില്ല നാരായണഗുരുവിൻ്റെ ജാതി വിചാരണ കോടതിയിലുണ്ടായിരുന്നത്. അവർണരോട് 100% പക്ഷപാതിത്വവും സവർണരോട് അവരോട് പക്ഷപാതിത്വമില്ലായ്മയും കാണിക്കുന്ന നീതിദേവതയായിരുന്നു നാരായണഗുരുവിൻ്റെ ജാതി വിചാരണ കോടതിയിൽ പ്രദർശിപ്പിച്ചിരുന്നത്. നമ്മൾ ഈ മനുഷ്യന് ഈ നയാടി നടന്നിരുന്ന ഒരു കാലത്തിൽ നിന്ന് പുതിയ സിവിലൈസേഷനിലൊക്കെ വരുന്നതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് മൃഗങ്ങളെ മെരുക്കി വീട്ടുമൃഗങ്ങളാക്കുക എന്നതാണ്. അപ്പോൾ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ദി ആനിമൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു മൃഗത്തെ മെരുക്കി അല്ലെങ്കിൽ ചെന്നായ്ക്കളെയോ വോൾഫിനെയൊക്കെ മെരുക്കി നമ്മൾ ഇന്നത്തെ പട്ടിയാക്കുക എന്ന് പറയുമ്പോൾ ഈ മൃഗത്തിൻ്റെ സ്വാഭാവികമായ മൃഗീയതയെ ഇല്ലാതാക്കലാണ്. അപ്പം മൃഗങ്ങളുടെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഇതൊരു ക്രൈമാണ്, ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ സംസ്കാരത്തിൻ്റെ സ്ഥാപനത്തിൽ ഒരു കുറ്റകൃത്യം ഉണ്ട്. പക്ഷേ ഈ മനുഷ്യരാശി മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവർ അബോധപരമായിട്ടെങ്കിലും ഇതിനോടൊരു ഈ തങ്ങൾ നിർവഹിച്ച ഈ കുറ്റകൃത്യത്തിന് ഒരു പരിഹാരം ചെയ്തിട്ടുണ്ട്. ഈ മൃഗങ്ങളോട് സ്നേഹവും ഭക്ഷണവും കരുതലും ലാളനയും ഒക്കെ കാണിക്കുന്നതിലൂടെ ഈ മൃഗങ്ങളെ മെരുക്കുക എന്ന് പറയുന്ന കുറ്റകൃത്യത്തിന് അവർ പരിഹാരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ത്യയിലെ ബ്രാഹ്മണർ, വൈശ്യർ, ക്ഷത്രിയർ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ തദ്ദേശീയരുന്ന മഹാഭൂരിപക്ഷത്തെ നീച മനുഷ്യരാക്കി മെരുക്കി. ഇപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലൊക്കെ പോയ യൂറോപ്യൻ കൊളോണിയലിസ്റ്റുകൾ വലിയ കൂട്ടക്കൊലകൾ അവർ നടത്തി തദ്ദേശീയർക്കെതിരെ. പക്ഷെ ഇവിടെ തദ്ദേശീയരായ മനുഷ്യരെ വലിയ തോതിൽ കൂട്ടക്കൊല അവർ ചെയ്തിട്ടില്ല. കാരണം ഇവർക്ക് അധ്വാനിച്ച് ആഹാരം വിളയിച്ച് കൊടുക്കാൻ ഇവർ ജീവിച്ചിരിക്കണം. അതേസമയം ഇവർ മനുഷ്യരുമല്ല. അപ്പോൾ ഈ ഈഴവരും ദളിതരും പുറവരും പറയരും ഒക്കെ ഈ ബ്രാഹ്മണ ക്ഷത്രിയ ബനിയന്മാരെ സംബന്ധിച്ചിട്ട് അവർക്ക് വേണ്ടി അവരെ ഉണ്ണാനും ഊട്ടാനുമുള്ള ലേബറിംഗ് മെഷീൻസ് മാത്രമായിരുന്നു. ആ ലേബറിംഗ് മെഷീൻസിനെ നന്നാക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസവും പണിയെടുക്കാനുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ഭക്ഷണം കിട്ടത്തക്ക ഒരു സംവിധാനമാണ് അവർ നിർത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഭയങ്കരമായ മർദ്ദനം, മാസക്കർ, സ്ലോട്ടറിങ്, പെർസിക്യൂഷനൊക്കെയുള്ള യൂറോപ്പിലെ ഈ അടിച്ചമർത്തൽ വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ വിസിബിളാണ്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആ ഓപ്പറേഷനെ അദൃശ്യമാക്കാനുള്ള കൗശലമോ സാമർഥ്യമോ യൂറോപ്യൻ കൊളോണിയലിസ്റ്റുകൾക്ക് ഇല്ലായിരുന്നു. പക്ഷെ ബ്രാഹ്മണർക്ക് തങ്ങൾ ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളെ ഓപ്രസ് ചെയ്യുകയാണ്, ഡീഹ്യൂമനൈസ് ചെയ്യുകയാണ്, ഹ്യൂമിലിയേറ്റ് ചെയ്യുകയാണ് എന്നത് മറച്ചു വയ്ക്കാൻ കഴിഞ്ഞു. അതിനുവേണ്ടി അവർ എഴുതി ഉണ്ടാക്കിയതാണ് ഈ സകല പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും ഒക്കെ. ഈ ഇതിഹാസങ്ങളൊക്കെ നമ്മൾ ഇന്നും രാമായണ മാസം ആചരിക്കുന്നു. അതിനെപ്പറ്റി ഇപ്പോൾ ഒരുപാട് ചരിത്ര രേഖകൾ പുറത്തു വന്നു. രാമായണവും മഹാഭാരതവും വാസ്തവത്തിൽ ഗ്രീസിൽ ഹോമർ രചിച്ച ഇലിയഡ്, ഒഡീസി എന്ന് പറയുന്ന എപ്പിക്കുകളുടെ തനി മോഷണമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുമല്ലോ ഈ സാഹിത്യ മോഷണം നടത്തുന്ന ആളുകളെ പറ്റിയൊക്കെ. വാസ്തവത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ കള്ളൻ വാൽമീകിയാണ്, വ്യാസനാണ്. കാരണം BC 8-ാം നൂറ്റാണ്ടിൽ തന്നെ ഇലിയഡ് ഒഡീസിയും എഴുതിയിരുന്നു. ഇലിയഡിലെ കഥ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നു, അതിനുവേണ്ടി നടത്തിയ യുദ്ധം. അവിടെ BC 500 ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഇത് എഴുത്തുരൂപത്തിലാവുകയും ചെയ്തു. ഇന്ത്യയിൽ ആ സമയത്തൊന്നും തന്നെ രാമായണവും മഹാഭാരതവും സമയത്ത് ഇവിടെ സാക്ഷരത പോലും ഇല്ലായിരുന്നു. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എഴുതിയത്. അപ്പോൾ ഈ എപ്പിക് എന്ന് പറയുന്ന ഒരു സാഹിത്യ സമ്പ്രദായം ഇന്ത്യയിലായിരുന്നു. ഒരു സുപ്രഭാതത്തിലുണ്ടാകുന്നതല്ല ഒരു സാഹിത്യ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് തലമുറകളുടെ പരിശീലനവും ട്രയൽ ആൻഡ് എറർ മെത്തഡും ഒക്കെ വേണം. ഇത് ഇവിടെ എങ്ങനെ എത്തി എന്നാണ് നാം ആലോചിച്ചാൽ, അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കുന്നപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് ഈ ഹിലിയഡിൻ്റെയും ഒഡീസിയുടെയും കഥ ഇവിടെ വരികയും അത് ബ്രാഹ്മണർ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അവർ അലക്സാണ്ടർക്ക് ശേഷം ഇവിടെ അലക്സാണ്ടറും നമ്മുടെ അശോകൻ തമ്മിലൊരു വ്യത്യാസം. അശോകൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ബ്രാഹ്മണസത്തെ ഇല്ലാതാക്കാമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ വിമർശനം അതാണ്. അദ്ദേഹം ജന്തുബലി നിരോധിച്ചു. എന്തുകൊണ്ട് വർണ്ണവ്യവസ്ഥ അദ്ദേഹം നിരോധിച്ചില്ല? വർണ്ണവ്യവസ്ഥയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെ എന്തുകൊണ്ട് കൊന്നൊടുക്കിയില്ല? അത് ചെയ്യാമായിരുന്നു.
അദ്ദേഹം അവശേഷിപ്പിച്ച ഏറ്റവും വലിയ തെറ്റതാണ്. അതേസമയം അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നപ്പോഴത്തേന് അവർക്കെതിരെ നിന്ന ബ്രാഹ്മണരെ മുഴുവൻ അലക്സാണ്ടർ കൊന്നുകളഞ്ഞു. 10,000-കണക്കിന് ബ്രാഹ്മണരെ അലക്സാണ്ടർ കൊന്നു. അലക്സാണ്ടറുടെ മേധാവിത്വവും അധികാരവും അംഗീകരിച്ച് ജീവിക്കുന്നവർക്ക് ജീവിക്കാം, അവരെ എതിർക്കുന്നവരെ കൊല്ലുക എന്നതായിരുന്നു ഈ അലക്സാണ്ടറുടെ നയം. അങ്ങനെ ഈ അലക്സാണ്ടർക്കും അതിനുശേഷമുള്ള ഏതാണ്ട് ഒരു 1000 വർഷക്കാലം ബ്രാഹ്മണർക്ക് ഉത്തരേന്ത്യയിൽ ഒരു ഗ്രഹണകാലമായിരുന്നു. ഈ അശോകൻ ഇതിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കിയില്ലെങ്കിൽ പോലും പേട്രണേജ്, രക്ഷാകർതൃത്വമൊന്നും ഇല്ലായിരുന്നു ബ്രാഹ്മണർക്ക്. അതും ഈ ഗ്രേറ്റർ മഗധ, വിശാല മഗധ എന്ന് പറയുന്ന പ്രദേശം ബ്രാഹ്മണരുടെ ഒരു പ്രധാന അധിവാസ മേഖലയായിരുന്നില്ല. അവിടെയാണ് അജശേഖർ പറഞ്ഞ ഈ ആദ്യത്തെ ലോക ചരിത്രത്തിൻ്റെ ആദ്യത്തെ സന്യാസ സമ്പ്രദായം, ശ്രമണ സമ്പ്രദായം ഉണ്ടായി. അവരിൽ നിന്ന് ഇന്ന് നമ്മൾ സന്യാസി അല്ലെങ്കിൽ സന്യാസം, പരിവ്രാജകർ, ശ്രമണർ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ, പ്രസ്ഥാനങ്ങളുണ്ടായി. ഇതിനോടൊക്കെ ബ്രാഹ്മണർ ആദ്യം എതിരായിരുന്നു. നിങ്ങൾക്കറിയാം, ബൃഹദാരണ്യ ഉപനിഷത്തിലെയൊക്കെ ഭാര്യയും മക്കളും ഉള്ളവരായിരുന്നല്ലോ ഉപനിഷത്ത് എഴുതിയവരൊക്കെ. അവർ ഈ സന്യാസം എന്ന് പറയുന്ന സമ്പ്രദായത്തെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ സന്യാസത്തിന്, സന്യാസിമാർക്കും സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമാന്യതയും സ്വീകാര്യതയും ലഭിച്ചു തുടങ്ങിയപ്പോൾ ബ്രാഹ്മണർ പതുക്കെ അതിനെ സംശീകരിച്ച് അങ്ങനെ ഈ ഒരു BC 2-3 നൂറ്റാണ്ടായപ്പോഴും സന്യാസ ഉപനിഷത്തുകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ വർണ്ണ വ്യവസ്ഥയെ ആശ്രമം കൂടെ ചേർത്തിട്ട് അവർ വർണ്ണ ആശ്രമമാക്കി. ഈ സമയത്ത് ഈ അലക്സാണ്ടറുടെ കാലം തൊട്ട് ഒരു 1000-ഓളം കൊല്ലം ബ്രാഹ്മണർ അനുഭവിച്ച ഈ അധികാരമില്ലായ്മ ഇനിമേലിൽ തങ്ങൾക്കുണ്ടാകരുത് എന്ന ദൃഢനിശ്ചയം ചെയ്ത ബ്രാഹ്മണർ എഴുതിയുണ്ടാക്കിയ സാഹിത്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാമായണവും മഹാഭാരതവും. നമ്മൾ വിചാരിക്കുന്ന ഒരു ഗ്രന്ഥകർത്താവ് ഒരിടത്തിരുന്ന് എഴുതിയതല്ല. ഒരുപാട് ബ്രാഹ്മണന്മാരുടെ കമ്മിറ്റികൾ, പല പല തലമുറകൾ, നൂറ്റാണ്ടുകൾ, ഏതാണ്ട് AD 1200 വരെ മഹാഭാരതത്തിൻ്റെ രചന നീണ്ടു നിന്നിട്ടുണ്ട്. കാരണം മുസ്ലിങ്ങളെ പറ്റി പരാമർശമുണ്ട്. BC ഇസ്ലാമിൻ്റെ പരാമർശം വരുമോ? ഇല്ലല്ലോ. ഇസ്ലാം പോലും ഉണ്ടായത് AD 7-ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെ ഓരോ പുതിയ പുതിയ ഈ എഡിറ്റർമാർ വരുമ്പോഴും മുൻപ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാതെ പരസ്പര വിരുദ്ധമായ ഒരുപാട് ചാപ്റ്ററുകൾ ഈ സാധനത്തിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. ഇപ്പം ഈ സാഹിത്യങ്ങൾ ആദ്യം ഇവർ ചെയ്തത് ബ്രാഹ്മണർ മറ്റു ഒരു ജനതയുമായും ബന്ധമില്ലാത്ത ഒരു വിശിഷ്ട ജനതയാണ് എന്ന് സ്ഥാപിക്കുക. അവർ രാവിലെ എഴുന്നേൽറ്റാൽ ഉറങ്ങുന്നത് വരെ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ, കർമ്മങ്ങൾ, പെരുമാറ്റങ്ങളെപ്പറ്റി വിശദമായ പ്രവർത്തനങ്ങൾ, അങ്ങനെ ആചാരങ്ങളുടെ തടവറയിലാക്കി. എന്നിട്ട് ബാക്കി എല്ലാവരും ബഹുമാനിക്കേണ്ട ഭൂദേവന്മാരാണെന്ന പ്രചരിപ്പിക്കുന്ന ധർമ്മശാസ്ത്രങ്ങൾ. ഇതിനകത്ത് ഇവർ കണ്ടെത്തിയ ഒരു ടെക്നിക്ക്, ഒരു ജനത സ്വയം ആദരിക്കുക. എനിക്ക് സെൽഫ് ഓണർ ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളെ ഡിസോണർ ചെയ്യണം. അപ്പോൾ ബ്രാഹ്മണരുടെ തത്വം എന്ന് പറയുന്ന അന്ന് മുതൽ സെൽഫ് ഓണർ ചെയ്യുകയും അതിനുവേണ്ടി ആ സെൽഫ് ഓണറിങ്ങിന് വേണ്ടി ബാക്കി മുഴുവൻ സമൂഹത്തിലെ മനുഷ്യരെയും ഡിസോണർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അധകൃത ജാതികളായത്. ബ്രാഹ്മണൻ നമ്മളെ ഡിസോണർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ 70 അടിയും 62 അടിയും 32 അടിയും മാറി നിൽക്കണമെന്ന് പറയുന്നത്. ഡിസോണറിങ് ദി ഈഴവാസാണ്. അപ്പോൾ ഈഴവസിനെ, ദളിതരെ ഡിസോണർ ചെയ്യുന്നതിലൂടെ ബ്രാഹ്മണൻ സ്വയം ഓണർ ചെയ്യപ്പെടുകയാണ്, ആദരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഉണ്ടാക്കിയ സാഹിത്യങ്ങളാണ് സംസ്കൃതത്തിലേക്കപ്പെട്ട സകല കൃതികളും. ഈ കൃതികൾ വാസ്തവത്തിൽ അംബേദ്കർ പോലും 1927 മനുസ്മൃതിയാണ് കത്തിച്ചത്. വാസ്തവത്തിൽ കേശവദേവ്, മലയാളത്തിൽ കേശവദേവ് പറഞ്ഞ ആദ്യം കത്തിക്കേണ്ടത് രാമായണവും മഹാഭാരതവുമാണ്. കാരണം ഈ മനുസ്മൃതിക്ക് ഒന്നും സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനമില്ല. സാധാരണ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ളത് ഈ രാമായണത്തിനും മഹാഭാരതത്തിനുമാണ്. ഇന്നും ഈഴവരുടെ വീടുകളിൽ പോലും മരണങ്ങൾ നടന്നാൽ വിലാപത്തിന് വേണ്ടി മോർണിംഗിന് വേണ്ടി വായിക്കുന്നത് രാമായണമാണ്. ഒരു മതഗ്രന്ഥത്തിൻ്റെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പദവി എന്തുകൊണ്ട് രാമായണത്തിനും മഹാഭാരതത്തിനും കിട്ടി? ഇതിനു മുൻപുണ്ടായ ഇലിയഡും ഒഡീസിയും ഒരു ഗ്രീസിലെ ഒരു വീട്ടിലും വിശുദ്ധ ഗ്രന്ഥമായി അന്നും കരുതിയിട്ടില്ല, ഇന്നും കരുതിയിട്ടില്ല. കാരണം ഇലിയഡിലും ഒഡീസിയും സാഹിത്യ താല്പര്യം കൊണ്ട് മാത്രം എഴുതിയതാണ്. അതിനകത്ത് പ്രബോധനപരമായ ചാപ്റ്ററുകളില്ല. ഈ ധാർമ്മിക മതപ്രബോധനം നടത്തുന്ന അധ്യായങ്ങൾ ഇലിയഡിലും ഒഡീസിലും ഇല്ല. അതുകൊണ്ട് ഒരു കാര്യം വിചാരിച്ചാലും അതിനെ മതഗ്രന്ഥമാക്കാൻ പറ്റത്തില്ല. പക്ഷെ രാമായണത്തിലും മഹാഭാരതത്തിലും
ഈ പ്രബോധനപരമായ ചാപ്റ്ററുകൾ പിന്നീട് ചേർത്തതാണ്. താഴ്ന്ന ജാതിക്കാർ മര്യാദയ്ക്ക് നിൽക്കണം, ബ്രാഹ്മണരെ ബഹുമാനിക്കണം, ബ്രാഹ്മണർ ദൈവങ്ങളാണ്, ബ്രാഹ്മണർക്ക് അനിഷ്ടകരമായ ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല എന്നൊക്കെയുള്ള പ്രബോധനപരമായ ചാപ്റ്ററുകൾ ഈ കൃതികളിൽ എഴുതി ചേർത്തതുകൊണ്ടാണ് രാമായണവും മഹാഭാരതവും മതഗ്രന്ഥത്തിൻ്റെ പരിവേഷം ലഭിച്ചത്. അരിവിപ്പുറം മുതൽ നാരായണഗുരു നടത്തിയ ഈ കേരള അറുവളി എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു സർജറി കൂടിയായിരുന്നു. കാരണം ഈ അവർണ മനുഷ്യരുടെ ഭൗതിക ശരീരക്രമത്തിന് മേൽ, കാരണം നമ്മുടെ ശരീരവും ബ്രാഹ്മണൻ്റെയോ നായരുടെയോ ശരീരവും പുറത്തു നോക്കിയാൽ ഒരേ ഹ്യൂമൻ ബോഡിയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് മേൽ മറ്റൊരു ജാതിയുടെ പുറംതൊലി തുന്നിച്ചേർത്തിരുന്നു. അത് കാണാൻ പറ്റത്തില്ലെങ്കിൽ പോലും ജാതിയുടെ പുറംതൊലി തുന്നിച്ചേർത്തുന്നതുകൊണ്ടാണ് ഈ 19 നൂറ്റാണ്ടിൻ്റെ ആദ്യമൊക്കെ നമ്മൾ ഈഴവരും ദളിതരും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് ശാസന ഇല്ലാതെ തന്നെ ഒരു ബ്രാഹ്മണനെ റോഡിൽ എതിർവശത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അകന്നു മാറേണ്ടവരാണ്. നമ്മുടെ സാന്നിധ്യം അവരെ പൊല്യൂട്ട് ചെയ്യും എന്നുള്ള ഒരു ബോധം നമ്മളുടെ പൂർവികർക്കും ഉണ്ടായിരുന്നു. ഇതിനെയാണ് ഞാൻ ജാതിയുടെ പുറംതൊലി എന്ന് പറയുന്നത്. അപ്പോൾ നാരായണഗുരുവിൻ്റെ ഈ കേരള അറുവളി എന്ന് പറയുന്ന ജാതിയുടെ പുറംതൊലി മുറിച്ചു മാറ്റുകയും ആയ ഒരു അതിസങ്കീർണമായ ഒരു ഓപ്പറേഷനായി, സർജറി ആയിരുന്നു. ഈ സർജറിയിലെ വിശുദ്ധനായിരുന്നു, ഡോക്ടറായിരുന്നു നാരായണഗുരു. അപ്പോൾ ഈ അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ, അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, SNDP, ഈ സംഭാഷണങ്ങൾ, ശ്രീനാരായണ വൈഖരി, നേരത്തെ പറഞ്ഞ കവിതകൾ, ഇതെല്ലാം തന്നെ ഈ ജാതിയുടെ ഈഴവ മനുഷ്യർക്ക് മേൽ തുന്നിച്ചേർത്തുന്ന സവർണ തുന്നിച്ചേർത്ത ജാതിയുടെ പുറംതൊലി മുറിച്ചു മാറ്റി ശസ്ത്രക്രിയയിലെ ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് ഈ PK ബാലകൃഷ്ണൻ ഈ നേരത്തെ അജയ് ശങ്കർ പറഞ്ഞ നാരായണഗുരു ഒരു സമാഹാര ഗ്രന്ഥം എന്ന കാര്യത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഈഴവർ എന്ന് പറയുന്നത് നേരത്തെ തന്നെ നിലനിന്ന ഈഴവരല്ല, 1903 ശേഷമുള്ള ഈഴവർ എന്ന് പറയുന്നത്. നേരത്തെ 1903 മുൻപ് ഈഴവർ എന്ന് പറയുന്ന ഒരു സ്വത്തുരൂപം കേരളത്തിൽ ഇല്ലായിരുന്നു. കാരണം CV കുഞ്ഞിരാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈഴവർ അനവധി ജാതി ഉപജാതികളായി വിഭജിച്ച് കിടക്കുകയായിരുന്നു. കണ്ണൂരെ തീയരും തിരുവിതാംകൂറിലെ ഈഴവരും തമ്മിൽ വിവാഹബന്ധം പോലും ഇല്ലായിരുന്നു. അതുപോലെ മയ്യനാട്ട് ഒക്കെ ഒരുപാട് ജാതി ഉൾപ്പിരിവുകളുണ്ടായിരുന്നു. പരസ്പരം ഐത്തം പാലിക്കുന്ന ഉപജാതികളാൽ വിഭജിതമായിരുന്ന അനവധി കർത്തൃത്വങ്ങളും സ്വത്വങ്ങളും ആയിരുന്നു. ഇവരെയെല്ലാം തന്നെ തുന്നിച്ചേർത്ത് ഒരു പാൻ കേരള അഖില കേരള ഈഴവ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി എന്നതാണ് നാരായണഗുരുവിൻ്റെയും SNDPയുടെയും കേരള അറുവളി പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും വലിയ കേരള ചരിത്രത്തിലുള്ള സംഭാവന. ഈ സംഭാവന, പാൻ കേരള അറുവളി പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തെ അല്ലെങ്കിൽ ഈഴവരെ ഡീഹിന്ദുവൈസ് ചെയ്ത അപഹിന്ദുത്വവൽക്കരണ പ്രസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് കേരള അറുവളി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അത് ഡീഹിന്ദുവൈസേഷൻ കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് സംഘപരിവാറും ഹിന്ദു ഫാസിസ്റ്റുകളും മറ്റെല്ലാ സവർണരും നടത്തുന്ന ബ്രാഹ്മണവൽക്കരണ ഹിന്ദുവൽക്കരണ സംരംഭങ്ങളുടെ പിന്നിലെ സവർണ താല്പര്യം, വീണ്ടും ബ്രാഹ്മണ രാജ് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ഗൂഢ ലക്ഷ്യം നാം വിസ്മരിക്കരുത്. അങ്ങനെ വിസ്മരിച്ചാൽ നമ്മുടെ ഈഴവ വിപ്ലവ കർത്തൃത്വം നശിക്കുകയും നാം വീണ്ടും ജാതിച്ചങ്ങലയിലെ ഈ അടിമകളായി മാറുകയും ചെയ്യുന്ന ദുരന്തമായിരിക്കും സംഭവിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.